everyone, എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് NCERT ലൈൻ ബൈ ലൈൻ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻതാൽപ്പി വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എക്സാമ്പിൾ എല്ലാം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് NCERT ഒരു പരിവാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഈ ചാപ്റ്റർ നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ NCERT തുറന്ന് വെച്ചിട്ട് ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോ ഭാഗവും മൂവ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ തീർത്ത് തരുന്നതായിരിക്കും. സോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്നെ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി മാസ്റ്റർ ടീച്ചർ ഷിബില. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞാലോ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ദാറ്റ് ഈസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഞാനൊരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ എന്തുണ്ട് 10 ലിറ്റേഴ്സ് വെള്ളം കൊള്ളും എന്ന് വിചാരിക്കാം. ഓക്കെ, 10 ലിറ്റേഴ്സ് കൊള്ളും. അപ്പം ഇതിൽ എന്തുണ്ട്, ഇത്ര ഫുൾ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് V ആണ്, ടെമ്പറേച്ചർ T ആണ്, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി D ആണ്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് N ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ബീക്കറിന് തൊട്ട് നടുക്ക് ഞാനൊരു സ്ക്രീൻ കൊണ്ടുപോയി വെച്ചിട്ട് അവരെ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ക്ലിയർ ആണോ? അപ്പം എന്തായിട്ട് മാറും, ഇവിടുത്തെ വോളിയം എത്ര ആവും, 5 ലിറ്റർ ആവും, ഇവിടുത്തത് 5 ലിറ്റർ ആവും. കറക്റ്റ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇവിടെ N/2 ആവും, ഇവിടെയും N/2 ആവും. ടെമ്പറേച്ചർ മാറുമോ? ഇല്ല. ഇത് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെങ്കിൽ ഇതും എന്താണ്, 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇതും 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കറക്റ്റ് അല്ലേ? ഇവർ രണ്ട് കമ്പാർട്ട്മെന്റിന്റെയും ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവുമോ? ഇല്ല, കാരണം സെയിം വെള്ളത്തിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളിവിടെ ഇങ്ങനെ ഒരു ചെറിയ ചേഞ്ച് വന്നപ്പോഴേക്കും അമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറുന്ന പ്രോപ്പർട്ടീസും ഉണ്ട്, മാറാത്ത ചില പ്രോപ്പർട്ടീസും ഉണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഇൻ തെർമോഡൈനാമിക്സ് എ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എന്താണ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ആൻഡ് സൈസ് ഓഫ് ദ മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിലുള്ള മാറ്ററിന്റെ സൈസിനെയും അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയാം, എന്തൊക്കെയാണ്, മാസ്, വോളിയം, ഇന്റേണൽ എനർജി, ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ വിൽ ബി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമുക്ക് IN ഇവിടെ ഉണ്ട്, ഇൻഡിപെൻഡന്റിലും ഒരു IN ഉണ്ട്, അങ്ങനെ നമുക്ക് ആലോചിക്കാം അല്ലെ? സോ ഇവരെന്തായിരിക്കും, ദേ വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് എമൗണ്ട്, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് എന്ത്, നമ്മുടെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ വിളിച്ചത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസന്റ് ഇസ് കോൾഡ് എന്ത്, ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, നമ്മുടെ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, പ്രഷർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇപ്പം നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്കുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റീസ് നമുക്കുണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയൊക്കെയാണ്. ഇവരെല്ലാവരും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. വെറും ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. നമുക്ക് നോക്കാം. ലൈക്ക് എ മോളാർ പ്രോപ്പർട്ടി Chi_m is a value of an extensive property Chi of the system of 1 mole of substance. അതായത് ഞാനിപ്പം ഒരു മോളാർ പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഇസ് Chi_m ആണെങ്കിൽ അതിന്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി Chi ആണ്. അത് 1 മോളിലേക്ക് നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ എഴുതുന്നതാണ് എന്ത്, Chi_m. ഇതെന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും, ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം ഇത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്പർ ഓഫ് മാറ്റർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്ററിന് ഇവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, 1 മോളിന് വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ഞാൻ Chi മാത്രമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ Chi_m തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം ഇത് amount of substance ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. സോ ഇഫ് n ഇസ് ദ amount ഓഫ് മാറ്റർ xm എന്ന് പറയുന്നത് അല്ലെങ്കിൽ chi m എന്ന് പറയുന്നത് x by n ആണ് അല്ലെങ്കിൽ chi by n ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് n നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് amount ഓഫ് മാറ്റർ ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അതാണ് നമ്മൾ പറഞ്ഞത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി CM എന്നാണ് നമ്മൾ അതിനെ എഴുതാറുള്ളത്. ഓക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ amount ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ബൈ 1 യൂണിറ്റ്. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെ നമുക്ക് ഇപ്പം 27 ഡിഗ്രിയിലുള്ളതിനെ 28 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റാൻ നമ്മൾ എത്ര amount ഹീറ്റ് കൊടുക്കണമോ അതാണ് ആ സബ്സ്റ്റൻസിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണോ? അത് 1 മോൾ സബ്സ്റ്റൻസിനാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ മോളാർ ഹീറ്റ് കപ്പാസിറ്റി amount ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയും ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ആവാനുള്ള കാരണം. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇവിടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്റ്റിങ്ഷൻ between extensive and intensive properties by considering the gas. ഇതാണ് നമ്മളിവിടെ നേരത്തെ കാണിച്ചത്. ഇത് നമ്മൾ പാർട്ടീഷൻ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഇവിടെയൊക്കെ വന്നു എന്നുള്ള കാര്യം. ഇനി നമുക്ക് നേരെ ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് പോകാം. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. യെസ്. ഓക്കെ, ഇൻ ദിസ് സബ്സെക്ഷൻ ലെറ്റ് സീ ഹൗ ടു മെഷർ ഹീറ്റ് ട്രാൻസ്ഫർ ടു എ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ള ഹീറ്റ്, അത്രയും amount ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആയപ്പോഴാണ് അതിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ΔT അവിടെ ഉണ്ടായത്. കറക്റ്റ് അല്ലേ? യെസ്. സോ this heat appears as a rise in temperature of the system in case of heat absorbed by the system. അതായത് കൊടുക്കുന്ന ഹീറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ റേസ് ആയിട്ടാണ് അത് എന്തായത്, അത് അവിടെ റിഫ്ലക്റ്റ് ആയത്. ആ ഹീറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? അതിന്റെ ടെമ്പറേച്ചർ അവിടെ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്. കറക്റ്റ് അല്ലേ? യെസ്. സോ ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് ട്രാൻസ്ഫേർഡ് Q പ്രൊപ്പോർഷണൽ ടു ΔT എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനെ നമുക്ക് എങ്ങനെ എഴുതാം? Q ഇസ് ഈക്വൽ ടു എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻറ്റു ΔT എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ആണ് ആര്? നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ വിളിച്ചത്. ക്ലിയർ ആണോ? ദിസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ്, കോമ്പോസിഷൻ, നേച്ചർ ഓഫ് ദ സിസ്റ്റം. ഈ 3 കാര്യത്തിനെയും ഈ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ്? സൈസ്, അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ നേച്ചർ, ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ആ കോഎഫിഷ്യന്റ് ആണ് ആര്? ദാറ്റ് കോഎഫിഷ്യന്റ് C ഈസ് കോൾഡ് ദ ഹീറ്റ് കപ്പാസിറ്റി. സോ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ദാറ്റ് ഈസ് ദ amount ഓഫ് ഹീറ്റ് റിക്വയേഴ്സ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ബൈ 1 യൂണിറ്റ്. അപ്പോഴാണ് എന്താവുക? Q ഈക്വൽ ടു കോഎഫിഷ്യന്റ് ആവുക. കറക്റ്റ് അല്ലേ? സോ ഈ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എന്ത് പറയും? ദാറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ബൈ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് പറയാം എന്ത്? വെൻ C ഈസ് ലാർജ്. അതായത് ഞാനിപ്പം ഇവിടെ നമ്മുടെ ലൈവിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കൊടുക്കുന്നത് 10 ആണെങ്കിൽ നമ്മുടെ ഹീറ്റ് കൊടുക്കുന്നത് 10 ജൂൾസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദാറ്റ് ഇസ് C ഇൻറ്റു ΔT നമുക്കറിയാലോ. അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റി 5 ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ടെമ്പറേച്ചർ എന്തായിരിക്കും? 2 ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി അതിന്റെ കപ്പാസിറ്റി 2 ആയിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ടെമ്പറേച്ചർ എത്രയാണ്? 5 ആണ്. കാരണം ഞാൻ കൊടുക്കുന്നത് എന്താണ്? 10 ആണ്. സോ ഒന്നുകിൽ 5 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 5. അപ്പോൾ കപ്പാസിറ്റി കൂടുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താ ചെയ്തത്? കുറയാണ് ചെയ്തത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെൻ C ഈസ് ലാർജ് ദ ഗിവൺ amount ഓഫ് ഹീറ്റ് റിസൾട്ട് ഇസ് ഓൺലി സ്മോൾ ടെമ്പറേച്ചർ റൈസ് അവിടെ ഉണ്ടാവുള്ളൂ. കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ amount ഓഫ് ഹീറ്റ് കൊടുത്താലേ അവിടെ കുറച്ചെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. 1 മിനിറ്റ്. യെസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ആൻഡ് C ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി amount ഓഫ് സബ്സ്റ്റൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് CM എന്ന് പറയുന്നത് എന്താണ്? C by N ആണ്. 1 മോൾ സബ്സ്റ്റൻസിന്റെ ഹീറ്റ് എന്താ പറയുക, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ നമുക്ക് CM എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ CM എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ
എക്സ് എം ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്, കാരണം ദാറ്റ് ഈസ് എക്സ് ബൈ എൻ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ സി ബൈ എൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് എന്താണ്, ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് നമുക്ക് വിളിക്കാം. അതാണ് 1 mole ഓഫ് എ സബ്സ്റ്റൻസിന്റെ അതിന്റെ amount ഓഫ് ഹീറ്റ് 1 ഡിഗ്രി അല്ലെങ്കിൽ 1 യൂണിറ്റ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് ഹീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ദാറ്റ് ഈസ് ദ amount ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ബൈ 1 യൂണിറ്റ് ഫോർ 1 കിലോഗ്രാം സബ്സ്റ്റൻസ്. ഒരു 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ 1 യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ഹീറ്റ് ടെമ്പറേച്ചർ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമ്മൾ വിളിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ എത്ര മാസ് ഉണ്ടോ അതിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു ഡെൽറ്റ ടി, അതിനെ നമുക്ക് ക്യാപിറ്റൽ സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, യെസ്, നമുക്ക് പറയാം ഇതെന്ന് പറഞ്ഞാൽ 1 യൂണിറ്റിനുള്ളതാണ്. അതിനെ നമ്മൾ എത്ര മാസ് ഉണ്ടോ അതിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഇപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, വെറും ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സി പിയും സി ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് എന്താണ്, ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. കറക്റ്റ് അല്ലേ? ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി അല്ലെങ്കിൽ സി ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ പറഞ്ഞു. amount ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ ബൈ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ക്യൂ വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ അതിനെ നമുക്ക് സി വി ഡെൽറ്റ ടി എന്ന് എഴുതാം, കാരണം കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ക്യൂ പി നമുക്ക് എങ്ങനെ എഴുതാം, സി പി ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ക്യൂ വി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ഡെൽറ്റ യുന് ഈക്വൽ ആണ്. ക്യൂ പി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ഡെൽറ്റ എച്ചിന് ഈക്വൽ ആണ്. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം അറിയാം, എന്ത്, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ ഇൻറ്റു പി വി ആണ്. ഡെൽറ്റ പി വി ഫോർ 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഞാൻ എടുക്കുകയാണെങ്കിൽ പി വി ഈക്വൽ ടു എന്താണ്, ആർ ടി ആണ്, വേറെ എൻ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി വിനെ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ആർ ടി എന്ന് എഴുതാലോ. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ പി വിനെ മാറ്റി ഡെൽറ്റ ആർ ടി എന്ന് എഴുതി. ഡെൽറ്റ ആർ ടിയിൽ നമുക്ക് എന്ത് എഴുതാം, ആർ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, സോ ഡെൽറ്റ ടി ആയിട്ട് മാറും. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ആർ ടി എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? ഇനി നമുക്കറിയാം ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സി വി ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്, സി പി ഡെൽറ്റ ടി ആണ് പ്ലസ് ആർ ഡെൽറ്റ ടി. ഇവിടെ നമ്മൾ ഡെൽറ്റ ടീനെ എല്ലാത്തിൽ നിന്നും പുറത്തേക്ക് എടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സി വി ഈക്വൽ ടു സി പി പ്ലസ് ആർ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സോറി ഡെൽറ്റ എച്ച് ആണ് ഇവിടെ ഉള്ളത്, സോ ദാറ്റ് സി പി, ഇവിടെ സി വി. ക്ലിയർ ആണോ? സോ നമുക്ക് കിട്ടും സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്ന് കിട്ടും. സോ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഡെൽറ്റ എച്ചിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മുടെ സി പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ യുവിന് നമ്മൾ സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡെൽറ്റ ടീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, സി പി ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു സി വി പ്ലസ് ആർ എന്ന് കിട്ടും. ഈ ഡെൽറ്റ ടിയും ക്യാൻസൽ ആയി. സോ സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്ന് കിട്ടി. സോ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളിപ്പം എന്താണ് ഡെൽറ്റ എച്ച്, എന്താണ് ഡെൽറ്റ യു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഇനി നമുക്കറിയാം ഒരു അബ്സല്യൂട്ട് വാല്യൂ എന്തായാലും എൻതാൽപ്പിൻ്റെയും ഇന്റേണൽ എനർജീനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. കാരണം സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ഒന്നും തന്നെ നമുക്കൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ അബ്സല്യൂട്ട് വാല്യൂസ് നമ്മൾ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡെൽറ്റ യുനെയും ഡെൽറ്റ എച്ചിനെയും കണ്ടുപിടിക്കുന്നത് എന്നുള്ള മെത്തേഡാണ് അല്ലെങ്കിൽ ആ മെഷർമെന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്കുള്ള എന്താണ് മെഷർമെന്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിമെട്രി. രണ്ടിനെയും രണ്ട് രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ക്യൂ പി ആണ്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ക്യൂ വി ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഷർമെന്റ്സ് പോലും നടത്തുന്നത്.
ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ വി ക്യാൻ മെഷർ ദ എനർജി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സ്. ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്ക് വെച്ചിട്ട് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിനെ നമ്മൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ വിളിച്ച പേരാണ് ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് കലോറിമെട്രി. അതിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? കലോറിമെട്രി എന്നുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. ഈ കലോറിമെട്രി പ്രോസസ്സിൽ നമ്മളൊരു വെസൽ യൂസ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. ആ വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കലോറിമീറ്റർ. ഇൻ കലോറിമെട്രി ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ വെസൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? കലോറിമീറ്റർ. വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ നോൺ വോളിയം ഓഫ് ലിക്വിഡ്. ഈ കലോറിമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു നോൺ വോളിയം ഓഫ് ലിക്വിഡിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. നോയിങ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻ വിച്ച് ദ കലോറിമീറ്റർ ഈസ് ഇമ്മേഴ്സ്ഡ്. ഈ കലോറിമീറ്റർ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ള ലിക്വിഡിനെ നമ്മൾ പറഞ്ഞു നമുക്കൊരു എന്തുണ്ട്? ഒരു വെസൽ ഉണ്ട്. ആ വെസലിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുക. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിമീറ്റർ. ഈ കലോറിമീറ്ററിന് നമ്മൾ വേറൊരു ലിക്വിഡിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. ആ ലിക്വിഡിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യും? നമുക്ക് അറിയുന്നതായിരിക്കും. അതിന്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യും? അറിയുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആൻഡ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ കലോറിമീറ്റർ നമുക്ക് എന്ത് ചെയ്യും? അറിയുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമൈൻ ദ ഹീറ്റ് ഇവോൾവ് ഇൻ ദ പ്രോസസ് ബൈ മെഷറിംഗ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ്. ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവിടുത്തെ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്യാം, കോൺസ്റ്റന്റ് പ്രഷറിൽ ചെയ്യാം. നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നമുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ മെഷർമെന്റിനായിരിക്കും? ഡെൽറ്റ യുവിന്റെ മെഷർമെന്റിനായിരിക്കും. കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തിന്റെ മെഷർമെന്റിനായിരിക്കും? നമ്മുടെ എന്താ പറയുക, ഡെൽറ്റ എച്ചിന്റെ മെഷർമെന്റിനായിരിക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്ങനെയാണ് ഡെൽറ്റ യുവിനെ മെഷർ ചെയ്യുക, എങ്ങനെയാണ് ഡെൽറ്റ എച്ച് മെഷർ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ചിന്റെ മെഷർമെന്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് ബോംബ് കലോറിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോംബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊന്നുമില്ല, ഒരു സിൽവർ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെസലാണ്. ഇതാണ് നമ്മുടെ കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ വോളിയത്തിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വേറൊരു ലിക്വിഡിലേക്ക് നമ്മൾ ഇതിനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. ഇവിടെ നമ്മൾ എടുത്ത ലിക്വിഡ് വാട്ടർ ആണ്. വാട്ടറിന്റെ വോളിയം നമുക്കറിയാം, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും നമുക്കറിയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കമ്പഷൻ നടക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കമ്പഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സാമ്പിൾ ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ടായിരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സാമ്പിളിനെ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഫയറിംഗ് ലീഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫയറിംഗ് ലെഡുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സ്പാർക്ക് ഇവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്ക് കിട്ടുമ്പോൾ ഇത് കത്തിക്കോളും. കൂടെ നമുക്ക് കമ്പഷൻ ആരും കൂടെ വേണം? ഓക്സിജനും കൂടെ വേണം. അതിനാണ് നമ്മളിവിടെ ഒരു ഓക്സിജൻ ഇൻലെറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ ഓക്സിജൻ കിട്ടി ഇവരെന്ത് ചെയ്യും? കത്തുമ്പം കത്തുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കമ്പഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് പ്രോസസ്സാണ്. നമുക്കറിയാം അവരെന്ത് ചെയ്യും? ഹീറ്റ് റിലീസ് ചെയ്യും. ഹീറ്റ് റിലീസ് ചെയ്യുമ്പം ഈ വെസലിന്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യും? ഹീറ്റ് റിലീസ് ചെയ്യും. ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു കണ്ടക്ടിങ് വോളാണ്. അപ്പോൾ ഇവരെങ്ങോട്ട് കൊടുക്കും? ആ ഹീറ്റിനെ വാട്ടറിലേക്ക് കൊടുക്കും. സ്വാഭാവികമായിട്ടും വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമല്ലോ. ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് നമ്മളിവിടെ തെർമോമീറ്റർ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്. ഇനി ആ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇപ്പോൾ ഇവിടെ അടുത്തേക്ക് നിൽക്കുന്ന തെർമോമീറ്ററിന്റെ അടുത്തേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കലോറിമീറ്ററിന്റെ അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ചൂടാവുന്നുണ്ടായിരിക്കും. ആ ചൂട് യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരാളും കൂടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അതാണ് നമ്മുടെ സ്റ്റിറർ എന്ന് പറയുന്നത്. ആ സ്റ്റിറർ അവിടെ കിടന്ന് ഇങ്ങനെ ഇളകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ വാട്ടർ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തിയിട്ട് ആ ചൂടും അതിന്റെ കൂടെ തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തും. ദെൻ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന എന്ത് കാണാം? ക്യൂ പി അല്ല ക്യൂ വി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്യൂ വി കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡെൽറ്റ യു നമുക്കറിയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. For chemical reactions, heat is absorbed at constant volume is measured in a bomb calorimeter. അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ബോംബ് കലോറിമീറ്റർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെൽറ്റ യുവിന്റെ മെഷർമെന്റ് ആണ് നമ്മളിവിടെ നടത്തുന്നത് എന്നാണ് സാരം. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മളൊരു സ്റ്റീൽ വെസൽ അല്ലെങ്കിൽ നമ്മൾ സിൽവർ കൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വെസലാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ നമ്മളൊരു വാട്ടർ ബാത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദ ഹോൾ ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്.
Okay, alle? Yes. So the steel vessel is immersed in the water bath to ensure that no heat is lost to the surrounding. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോംബ് കലോറിമീറ്റർ അല്ലെങ്കിൽ ആ ബോംബിനെ നമ്മൾ വെക്കുന്നത് നമ്മളിപ്പം വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെക്കാതെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ തെർമോമീറ്റർ വെച്ചിട്ട് എനിക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മളിത് വാട്ടറിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ഒന്നും ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. എ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ഈസ് ബേൺഡ് ഇൻ പ്യുവർ ഡൈ ഓക്സിജൻ സപ്ലൈ ഇൻ എ സ്റ്റീൽ ബോംബ്. ആ സ്റ്റീൽ ബോംബിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കത്തിക്കുകയാണ് അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടത്തുകയാണ്. ഹീറ്റ് ഇവോൾവ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി വാട്ടർ അറൗണ്ട് ദി ബോംബ്. അതായത് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റ് ഇവോൾവ് എന്ത് ചെയ്യാണ്? അതായത് ആ വാട്ടറിലേക്ക് അവർ എത്തുകയാണ്. എന്നിട്ട് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഈ ബോംബ് കലോമീറ്റർ സീൽഡ് ആയതുകൊണ്ട് തന്നെ വോളിയത്തിൽ ഒരു ചേഞ്ചും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ എനർജി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദ റിയാക്ഷൻസ് ആർ മെഷേർഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. കാരണം ഇവിടുത്തെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ സീറോ വർക്ക് ഡൺ ആണെന്നും നമുക്ക് പറയാം. നോ വർക്ക് ഈസ് ഡൺ. ക്ലിയർ അല്ലേ? ചേഞ്ച് ഇൻ വോളിയം ഇല്ലെങ്കിൽ അവിടുത്തെ വോളിയം വർക്ക് എന്താണ്? സീറോ ആണ്. സോ നോ വർക്ക് ഈസ് ഡൺ ആസ് ദ റിയാക്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമുക്കറിയാം W = -P external into delta V എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഡെൽറ്റ V 0 ആയാൽ പിന്നെ അവിടെ W ഉണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഈവൻ ഫോർ എ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഗ്യാസസ് there is no work done as delta V = 0. ഓക്കെ. അപ്പോൾ ആ ടെമ്പറേച്ചർ ചേഞ്ചിന് നമുക്ക് QV എന്നുള്ള രീതി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സിന്റെ വാല്യൂ നമുക്കറിയാം. സോ ദാറ്റ് ഇസ് QV/ΔT നമുക്ക് എഴുതാം. ദെൻ സിന്റെ വാല്യൂ, വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി അറിയാം. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് QV കിട്ടും. QV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ΔUയും കിട്ടി. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ ΔH മെഷർ ചെയ്യാം. ക്ലിയർ ആണോ? ഇനി നമ്മൾ ΔU മെഷർ ചെയ്യാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? ΔHന്റെ മെഷർമെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അതായത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ജനറലി അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ക്യാൻ ബി ഡൺ ഇൻ കലോറിമീറ്റർ. സോ ദാറ്റ് ഇസ് നോൺ ആസ് ΔH QP = QP ആയതുകൊണ്ട് തന്നെ അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഈ റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാണ്. ക്ലിയർ ആണോ? യെസ്. സോ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ് QP അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഓൾസോ കോൾഡ് ദ ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ. ΔRH എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കോഫി ഷോപ്പ് പോകുമ്പോൾ കിട്ടുന്ന ആ മറ്റേ എന്താ പറയുക സീൽഡ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ തെർമോമീറ്ററും വെച്ചിട്ടുണ്ടായിരിക്കും. Clear alle? Yes. In an exothermic reaction, heat is evolved and the system loses heat to the surroundings. Therefore, QP will be negative and ΔRH will also be negative. കാരണം ഇതൊരു എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ΔT എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. QP നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന ΔH നെഗറ്റീവ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഫോർ ആൻ എക്സോതെർമിക് റിയാക്ഷൻ ΔH is always നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ ആദ്യം ഇവിടെ ആണെങ്കിൽ പിന്നെ ഇവിടെ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ΔT എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, QP പോസിറ്റീവ് ആയിരിക്കും, ΔHും പോസിറ്റീവ് ആയിരിക്കും ഫോർ ആൻ എൻഡോതെർമിക് പ്രോസസ് എന്നും നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ΔU മെഷർമെന്റും ΔH മെഷർമെന്റും നമ്മൾ നടത്തുന്നത്. അതായത് ഒന്നുമില്ല, ഇവിടെ എന്താ നടക്കുന്നത്? എയും ബിയും നമ്മൾ ഇവിടെ ഇട്ടിട്ട് ആ റിയാക്ഷൻ ഇവിടെ നടക്കുകയാണ്. അതൊന്നുകിൽ എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആവാം. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ നോക്കുക, ΔT പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക് ആയിരിക്കും എന്ന് നോക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്പെസിഫിക് ഹീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. 1 gram of graphite is burned in a bomb calorimeter in excess of oxygen at 298 Kelvin and 1 atmospheric pressure according to the equation. സിയും അതും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ടെമ്പറേച്ചർ റൈസസ് ഫ്രം 298 Kelvin to 299 Kelvin if the heat capacity of the bomb calorimeter is 20.7 kilojoule per Kelvin. What is the enthalpy change for the above reaction? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
എച്ച് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്കറിയാം Q amount of heat from the reaction mixture CB is the heat capacity of the calorimeter. Then the quantity of heat absorbed എന്തായിരിക്കും? Q equal to CV delta T ആയിരിക്കും. നമുക്കറിയാം CV എന്ന് പറയുമ്പോൾ നമ്മുടെ ബോംബിന്റെ എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ബോംബിന്റെ നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റ് ഇവോൾവ് ചെയ്യാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്രം ദ റിയാക്ഷൻ വിൽ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബട്ട് ഹീറ്റ് ഈസ് ലൂസ്ഡ് ബൈ ദ സിസ്റ്റം. അതായത് ഇവരെന്ത് ചെയ്യാണ്? ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഹീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത്. അപ്പൊ നമുക്ക് തന്ന amount എത്രയാണ്? 20.7 into 299 minus 298 ചെയ്യുമ്പോൾ നമുക്ക് -20.7 കിലോ ജൂൾ ആണ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാണ്? ഡെൽറ്റ എച്ച് കാണാനാണ്. നമുക്ക് ഡെൽറ്റ യുവിന്റെ വാല്യൂ കിട്ടി, ദാറ്റ് ഇസ് -20.7, കാരണം QP എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്. ഇനി ഫോർ കമ്പഷൻ ഓഫ് 1 mole ഓഫ് ഗ്രാഫൈറ്റ് ആണെങ്കിൽ 1 mole ഗ്രാഫൈറ്റിന്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയുണ്ട്? ഒരു കാർബൺ ഉണ്ട്. ഇവിടെ നമ്മൾ മാസ് ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് 1 ഗ്രാമിനുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? 1 ഗ്രാമിനുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഹീറ്റ് കപ്പാസിറ്റി 1 ഗ്രാമിൻ്റെതാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മൾ അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മോൾ ഗ്രാഫൈറ്റിനുള്ളത് നമുക്ക് കിട്ടും. 1 മോൾ ഗ്രാഫൈറ്റിന്റെ മാസാണ് എന്ത്? 12. ക്ലിയർ അല്ലേ? അത് നമുക്ക് കിട്ടി -2.48 into 10⁻2 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്കറിയാം ഡെൽറ്റ H is equal to delta U plus delta NRT ആണ്. ഇവിടെ ഡെൽറ്റ N എത്രയാണ്? ഡെൽറ്റ N എത്രയാണ്? ഇവിടെ 1 minus 1. ഇതെന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. സോ 1 minus 1 എന്ന് പറയുമ്പോൾ 0 ആയി മാറും. ദാറ്റ് മീൻസ് ഡെൽറ്റ H is equal to ഡെൽറ്റ U എന്ന് കിട്ടും. ഇതെല്ലാം 0 ആയിട്ട് മാറി. സോ ഇവിടെ കിട്ടുന്ന ഡെൽറ്റ യുവിന്റെ വാല്യൂ തന്നെയാണ് എന്ത്? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ. ദാറ്റ്സ് അഗൈൻ -2.48 into 10⁻2 കിലോ ജൂൾ പെർ മോൾ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡെൽറ്റ യുവിനെ കണ്ടുപിടിച്ചു. ഡെൽറ്റ യുവിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡെൽറ്റ എച്ച് ആണ് നമ്മളോട് ചോദിച്ചത്. ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടുത്തെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ആയി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഡെൽറ്റ യുവിനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ട എന്താണ്? എൻതാൽപി ചേഞ്ച്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻതാൽപീസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് റിയാക്ഷൻ എൻതാൽപി. നമ്മൾ നമ്മുടെ കലോറിമീറ്ററിന്റെ കാര്യം ഡെൽറ്റ എച്ചിന്റെ മെഷർമെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ഇവോൾവ്, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ഇവോൾവിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിയാക്ഷൻ എൻതാൽപി. അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് എൻതാൽപി ചേഞ്ച് ഓർ ഡെൽറ്റ RH ഓഫ് എ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ എൻതാൽപി. Okay, clear alle? Yes. In a chemical reaction, reactants are converted to products and it is represented by reactants gives products എന്ന് നമ്മൾ എഴുതാറുണ്ട്. സോ ഇങ്ങനെ ഒരു റിയാക്ഷൻ അക്കമ്പനി ചെയ്തുകൊണ്ടുണ്ടാവുന്ന എൻതാൽപി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ എൻതാൽപി. ക്ലിയർ അല്ലേ? അതിന് നമ്മൾ എങ്ങനെ ചെയ്യും? എന്താ പറയുക, എങ്ങനെ നമ്മൾ അതിനെ എഴുതുക? ഡെൽറ്റ RH എന്നാണ് നമ്മൾ അതിനെ സിംബോളിക്കലി എഴുതാറുള്ളത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് റിയാക്ഷൻ എൻതാൽപി. ഇനി റിയാക്ഷൻ എൻതാൽപിനെ എന്താണ്, ഇതിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് എൻതാൽപീസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപീസ് ഓഫ് റിയാക്ടൻസ് എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. എന്താണ് സം ഓഫ് എൻതാൽപീസ് ഓഫ് എത്ര A പ്ലസ് B ഗിവ്സ് C പ്ലസ് D ആണെങ്കിൽ എൻതാൽപി ഓഫ് C പ്ലസ് എൻതാൽപി ഓഫ് D മൈനസ് എൻതാൽപി ഓഫ് A പ്ലസ് എൻതാൽപി ഓഫ് B നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡെൽറ്റ HC പ്ലസ് ഡെൽറ്റ HD മൈനസ് ഡെൽറ്റ HA പ്ലസ് ഡെൽറ്റ HB എന്ന് നമ്മൾ എഴുതേണ്ടി വരും. അതായത് എൻതാൽപി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപി ഓഫ് റിയാക്ടൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ ഇപ്പോൾ CH4ഉം ഓക്സിജനും, അതായത് കമ്പഷൻ ഓഫ് മീഥേൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൻതാൽപി പ്ലസ് ഇതിന്റെ എൻതാൽപി മൈനസ് ഇതിന്റെ എൻതാൽപി പ്ലസ് ഇതിന്റെ എൻതാൽപ്പിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇതിനെ ഈ എൻതാൽപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മോളാർ എൻതാൽപ്പി. ഇതെന്താന്നുള്ള കാര്യം നമ്മൾ വരും വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്താണ് മോളാർ എൻതാൽപ്പി എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഈ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഒരു യൂസ്ഫുൾ ക്വാണ്ടിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് എൻതാൽപ്പി ചേഞ്ച് ഇസ് എ വെരി യൂസ്ഫുൾ ക്വാണ്ടിറ്റി. നോളജ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഈസ് റിക്വയർഡ് വെൻ വൺ നീഡ് ടു പ്ലാൻ ഹീറ്റിംഗ് ഓർ കൂളിംഗ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഇൻഡസ്ട്രിയൽ കെമിക്കൽ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇറ്റ് ഓൾസോ റിക്വയർസ് ടു കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ ഡെൽറ്റ എച്ചിന് ഒരുപാട് യൂസ് ഉണ്ട്. അതായത് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും
കൊടുക്കണോ ഡിക്രീസ് ചെയ്ത് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വഴിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. കുറവ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് കൊടുക്കുക. കറക്റ്റ് അല്ലേ? ടെമ്പറേച്ചർ കൂട്ടുന്നതിന് ടെമ്പറേച്ചർ എഫക്റ്റ് ലേഷാർട്ടിയസ് പ്രിൻസിപ്പിൾ ഇക്വിലിബ്രിയം പറഞ്ഞ സമയത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് എന്ത് ഈ ഡെൽറ്റ എച്ച് വാല്യൂ അറിയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഡൗട്ട് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? അതായത് ഒന്നുമില്ല, നമ്മുടെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. ഈ സെയിം സംഭവം തന്നെ അവരുടെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് അവരുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് അവരുള്ളതെന്നുണ്ടെങ്കിൽ, റിയാക്ടൻസ് ആയാലും പ്രോഡക്ട്സ് ആയാലും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ളപ്പോൾ ആ റിയാക്ഷൻ നടക്കുമ്പം അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ കണ്ടീഷൻ അണ്ടർ വിച്ച് the reactions are carried out, and it is therefore necessary that we must specify some standard conditions. അതായത് ഓരോ റിയാക്ഷനെയും എൻതാൽപ്പി അത് ഏത് കണ്ടീഷനിൽ ആ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിസിലാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എപ്പോഴും പറയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. സോ ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഇസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ വെൻ ഓൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് അതിന്റെ റൂം ടെമ്പറേച്ചറിൽ, ഫോർ എക്സാമ്പിൾ 298 കെൽവിനിൽ 1 ബാർ പ്രഷർ അല്ലെങ്കിൽ 1 ATM പ്രഷറിൽ അവർ ഏറ്റവും പ്യുവർ ആയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഈസ് ഇറ്റ്സ് പ്യുവർ ഫോം അറ്റ് 1 ബാർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് ലിക്വിഡ് എത്തനോൾ എന്ന് പറയുന്നത് 298 കെൽവിനിൽ പ്യുവർ ലിക്വിഡ് എത്തനോൾ അറ്റ് 1 ബാർ. അതായത് ഈ കെൽവിനിലും ഈ ബാറിലും അവരുടെ സ്റ്റേറ്റ് ഏതാണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് ദാറ്റ് ഈസ് ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് സോളിഡ് അയൺ എന്ന് പറയുന്നത് എപ്പോഴാണ്? 500 കെൽവിൻ പ്യുവർ അയൺ 1 ബാർ. ഇത് മാറിക്കഴിഞ്ഞാൽ ഈ സോളിഡ് അയൺ എന്നുള്ള സ്റ്റേറ്റ് തന്നെ ഇവരെന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആ സ്റ്റേറ്റിൽ ഏത് ടെമ്പറേച്ചർ, ഏത് പ്രഷർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പിനെ നമ്മൾ എങ്ങനെയാണ്? ഡെൽറ്റ ആർ എച്ച് നോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എപ്പോഴും മേലെ ഒരു 0 അല്ലെങ്കിൽ മേലെ ഒരു സർക്കിൾ വിത്ത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ കൊടുക്കാറുള്ളത്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസിൽ എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ലിക്വിഡിലേക്ക് മാറും, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറും. ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ നമുക്ക് എന്തുണ്ട്? 2 ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് ഓൾസോ ഇൻവോൾവ് എനർജി ചേഞ്ചസ്. ഓക്കെ, ഓരോ സ്റ്റേറ്റിൽ നിന്നും മറ്റു സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ഐസ് വാട്ടർ ആവുകയാണ്, വാട്ടർ വേപ്പർ ആവുകയാണ്. ഇത് ഓരോ സ്റ്റേറ്റും മാറുന്നതിനനുസരിച്ച് ഇവിടെ എന്തുണ്ട്? എൻതാൽപ്പി ചേഞ്ചസും ഇവിടെ നടക്കുന്നുണ്ട്. സോ അല്ലെങ്കിൽ ആ ഓരോ എന്താ പറയുക സ്റ്റേറ്റ് മാറുന്നതിനും നമ്മൾ കുറച്ച് അമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ്. സോ നോർമലി ഐസ് മെൽറ്റ് ആവുന്ന ദാറ്റ് മെൽറ്റിംഗ് ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നോർമലി ഇത് നടക്കാറുള്ളത്. ആൻഡ് ഡ്യൂറിംഗ് ദാറ്റ് ഫേസ് ചേഞ്ച് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മൾ എന്താ പറയുക, നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിക്കാനുണ്ടായിരുന്നു ആ ചാപ്റ്ററിൽ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ചും ഇവിടെ നടക്കുന്നില്ല. ക്ലിയർ ആണോ? യെസ്. നമ്മൾ എത്ര amount ഓഫ് ഹീറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റിമെയിൻസ് സെയിം ആയി നിൽക്കും. കാരണം ഈ സമയത്ത് അവിടെ നടക്കുന്നത് എന്താണ്? ഫേസ് ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള ഒരാൾ മാറിയിട്ട് ഇവിടെ ലിക്വിഡ് ആവാനുള്ള ആ ഫേസ് ചേഞ്ച് ആണ് ഈ ഒരു സമയത്ത് ഫുള്ള് നടക്കുന്നത്. അവിടെ ഞാൻ എത്ര amount ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല ഡ്യൂറിങ് മെൽറ്റിംഗ് നടക്കുന്ന ആ സമയത്ത്. ഓക്കെ അല്ലേ? യെസ്. അതായത് H2O സോളിഡ് ആയിട്ടുള്ള ആൾ ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. അവിടെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എൻതാൽപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി വാട്ടർ ഫ്രീസ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിലോ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും?
എന്ത് ചെയ്യും, അത് നേരെ റിവേഴ്സ് ചെയ്യും. അതിന് നമുക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ് വേണ്ടത് വിത്ത് നെഗറ്റീവ് സൈൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർ എന്താ പറയുക, വീണ്ടും ലിക്വിഡ് മെൽറ്റ് ആവുന്ന സമയത്ത് അവർ ഹീറ്റ് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐസിന് തണുപ്പ് കൂടുന്നത്. കാരണം അവരുടെ ഹീറ്റൊക്കെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്. എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് അക്കമ്പനീസ് മെൽറ്റിംഗ് 1 mole ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മുടെ മെൽട്ടായ ലിക്വിഡ് ഇനി എന്ത് ചെയ്യാണ്, ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അവർ ഏത് കണ്ടീഷനിലേക്ക് പോവാണ്, അവരുടെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ്. ആ സമയത്തും ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ 100 ഡിഗ്രിയിലാണെങ്കിൽ ആ 100 ഡിഗ്രി സെൽഷ്യസ് ഒരിക്കലും അവിടുന്ന് ചേഞ്ച് ചെയ്യുന്നില്ല. ഹീറ്റ് അവിടെ ടെമ്പറേച്ചർ അവിടെ ഒരിക്കലും റേസ് ആവുന്നില്ല. അത് ഫുള്ളായിട്ട് എന്താവാതെ, വേപ്പർ ആവാതെ അവിടെ സ്റ്റേറ്റ് ഓഫ് ഫേസ് ആണ് അവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അതിനെ നമ്മൾ വിളിക്കും എന്താണ്, ദ amount of heat required to vaporize 1 mole of a liquid at constant temperature and pressure condition is called standard enthalpy of vaporization അല്ലെങ്കിൽ molar enthalpy of vaporization എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ സോളിഡ് ലിക്വിഡായി, ലിക്വിഡ് ഗ്യാസ് ആയി. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? സോളിഡ് നേരെ ഗ്യാസ് ആവുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലെ. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പോൾ അതിന് വേണ്ട amount of heat നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് നമുക്ക് വിളിക്കാം. അതാണ് ഇവിടെ കാണുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഇസ് ദ എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വെൻ എ സോളിഡ് സബ്സ്റ്റൻസ് സബ്ലൈം ടു ഇറ്റ്സ് ഗേഷ്യസ് ഫേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താണ് ഈ ഒരു എൻതാൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം, എന്തിന്റെ ബേസിസിലാണ് ഈ എൻതാൽപ്പി കൂടുന്നതും കുറയുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് എൻതാൽപ്പി ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ ഇൻ ദ സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് ദാറ്റ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഐസ് വാട്ടർ ആവുമ്പോൾ ഈ ഐസിന്റെ ഇടയിലുള്ള ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ അതിന്റെ എൻതാൽപ്പി ചേഞ്ച് വരുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾ hold them tightly in their liquid phase. ലിക്വിഡ് ഫേസിൽ വാട്ടർ മോളിക്യൂളിന്റെ ഇടയിൽ എന്തുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഫോർ എൻ ഓർഗാനിക് ലിക്വിഡ് സച്ച് എസ് അസറ്റോൺ, അവിടുത്തെ ഇന്റർമോളിക്കുലാർ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് അതിന് ഉണ്ടായിരിക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, അസറ്റോൺ ഉണ്ട്, നമുക്ക് വാട്ടർ ഉണ്ട്. അസറ്റോണിന്റെയും വാട്ടറിന്റെയും എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ നോക്കുകയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ? അസറ്റോണിന് 329 വാട്ടറിന് 373 ആണ്. ഇതേതാ കൂടുതൽ? ഇതല്ലേ കൂടുതൽ? കറക്റ്റ് അല്ലേ? ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ നിങ്ങൾ നോക്കൂ, എത്രയാണ്? 40 ആണ് ഇവിടെ വരുന്നത്. 29 ആണ് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ വരുന്നത്. എന്താണ്? വാട്ടറിനാണ് കൂടുതൽ. കാരണം എന്താണ്? ഇവിടുത്തെ ബോണ്ട് സ്ട്രോങ് ആണ്. ലിക്വിഡ് ഫേസിലുള്ള വാട്ടറിന്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. വേറാസ് ഇവിടെ എന്താ ഉള്ളൂ? ഡൈപോൾ ഇന്ററാക്ഷൻ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ഗ്യാസ് ആക്കി മാറ്റാം. വേറാസ് ഇൻ വാട്ടർ മോളിക്യൂൾസിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കാരണം അതിനെ പൊട്ടിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ വേപ്പറൈസേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഡൈപോൾ ഇന്ററാക്ഷൻ സിഗ്നിഫിക്കലി വീക്കർ ആയതുകൊണ്ട് തന്നെ അസറ്റോൺ റിക്വയർസ് ലെസ് ഹീറ്റ് ടു വേപ്പറൈസ് 1 mole ഓഫ് അസറ്റോൺ ദാൻ ഇറ്റ് ഡസ് ഫോർ ടു വേപ്പറൈസ് 1 mole വാട്ടർ. 1 mole വാട്ടറിന് വേപ്പറൈസ് ചെയ്യണമെങ്കിൽ 40.79 കിലോ ജൂൾ വേണം. വെറാസ് അസറ്റോൺ ആണെങ്കിൽ 29 മാത്രം നമുക്ക് മതിയാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. എ സ്വിമ്മർ കമ്മിങ് ഔട്ട് ഓഫ് ദ പൂൾ ഈസ് കവേർഡ് വിത്ത് എ ഫിലിം ഓഫ് വാട്ടർ വെയിങ് അബൌട്ട് 18 gram. അതായത് നമ്മളൊരു കുളത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ നമ്മളെ മേലൊക്കെ ഒരു ഫിലിം ഓഫ് വാട്ടർ ഉണ്ട്. ഓക്കെ, ആ ഫിലിം ഓഫ് വാട്ടർ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 18 gram ആണെങ്കിൽ ഹൗ മച്ച് ഹീറ്റ് മസ്റ്റ് ഹി സപ്ലൈ ടു ഇവാപറേറ്റ് ദിസ് വാട്ടർ അറ്റ് 298 Kelvin? കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്, ഒരു 18 gram ലിക്വിഡിനെ 18 gram വേപ്പർ ആക്കി മാറ്റണം. ഓക്കെ, അതിന് നമ്മൾ എത്ര amount ഓഫ് ഹീറ്റ് കൊടുക്കണം എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി ഫോർ വേപ്പറൈസേഷൻ. നമുക്കറിയാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ PV ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്താണ്, ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ NRT ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ഡെൽറ്റ NRT അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ PV എന്ന് എഴുതാം. സോ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഓൾറെഡി തന്നു, 40
0.66 മൈനസ് ഡെൽറ്റ എൻ എത്രയാണ് 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 8.314 ഇൻറ്റു ടി തന്നിട്ടുണ്ട് 298 കെൽവിൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും. ഡെൽറ്റ യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും എന്താണ്? 37.56 ആണ് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നോ ഡൗട്ട്സ് റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇന്റേണൽ എനർജീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് നമ്മുടെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എൻതാൽപ്പിയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? അതെന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് തെർമോകെമിക്കൽ ഇക്വേഷൻസും അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്തിലേക്ക് വരും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താണ് ഈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതിൻ്റെ എലമെന്റൽ ഫോമിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനായിട്ട് അക്കമ്പനി ചെയ്തിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താണ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ ഫോർമേഷൻ ഓഫ് 1 mole of a compound from its element in their most stable state of aggregation, also known as their reference state, is called standard molar enthalpy of formation, and its symbol is delta FH0. അതായത് ഞാൻ പറയാണ് വാട്ടർ. ഓക്കെ, വാട്ടറിൽ 1 mole ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ഹൈഡ്രജൻ വേണം? 1 mole ഹൈഡ്രജൻ ഗ്യാസും 1/2 mole ഓക്സിജൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിന് നമുക്ക് വേണ്ട അമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇനിയിപ്പോൾ മീഥൈൻ ആണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും റിയാക്ഷൻ വഴി മീഥൈൻ കിട്ടാം. അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നതല്ല എന്ത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. 1 mole മീഥൈന് അതിൻ്റെ എലമെന്റൽ സ്റ്റേറ്റിൽ നിന്ന്, കാർബൺ ആണെങ്കിൽ വെറും കാർബൺ, ഡയമണ്ട് കാർബൺ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഗ്രാഫൈറ്റ് തന്നെ എടുക്കണം. ദാറ്റ് ഇസ് ദ റെഫറൻസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് 2H2 gives CH4. ക്ലിയർ ആണ്? ഇതാണ് ഇവിടെ പറയുന്നത്. വേർ ദ സബ്സ്ക്രിപ്റ്റ് എഫ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് 1 mole ഓഫ് ദാറ്റ് കോമ്പൗണ്ട് ഇൻ ക്വസ്റ്റ്യൻ ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ഇൻ ദെയർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ. അവരെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷനിലായിരിക്കണം ആ എലമെന്റ്സ് ഉണ്ടായിരിക്കുന്നത്. ദിസ് റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് എൻ എലമെന്റ് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ അറ്റ് 25 degree Celsius ആൻഡ് 1 bar പ്രഷറിൽ. അവർ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് ഫോമിലാണ് എന്നുള്ളതാണ് അതിന്റെ റെഫറൻസ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ ഡൈഹൈഡ്രജൻ അതെന്താണ്? H2 ഗ്യാസ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ അത് O2 ഗ്യാസ് ആണ്. കാർബൺ ആണെങ്കിൽ അതെന്താണ്? ഗ്രാഫൈറ്റ് ആണ്. സൾഫർ ആണെങ്കിൽ സൾഫർ റോംബിക് ആണ്, റോംബിക് ആണ്. അതിന്റെ സെഗ്രിഗേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് C2H5OH വേണമെങ്കിൽ 2 കാർബൺ വേണം, അതിന് നമ്മൾ 2 ഗ്രാഫൈറ്റ് എടുത്തു. 5 ഹൈഡ്രജൻ വേണമെങ്കിൽ 3H2 നമ്മൾ എടുക്കുന്നുണ്ട്. 5 ഹൈഡ്രജൻ അല്ല, ടോട്ടൽ 6 ഹൈഡ്രജൻ നമുക്ക് ഇവിടെ വേണം. ദെൻ ഒരു ഓക്സിജൻ 1/2 O2. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോർ 1 mole സബ്സ്റ്റൻസ് ഉണ്ടാക്കാനുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇനി നിങ്ങൾ വേറൊരു ഇക്വേഷൻ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. CaO + CO2 gives CaCO3. ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു എൻതാൽപ്പി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണോ? അല്ല. കാരണം നമ്മളിവിടെ കാൽഷ്യം, കാർബൺ, ഓക്സിജൻ ഈ 3-ൽ നിന്നും കൂടെ നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അല്ലാതെ വേറെ കോമ്പൗണ്ട്സിൽ നിന്നും അവരുണ്ടാക്കുന്നതല്ല. ഇവിടെ 1 mole ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റിൽ ഇത് എവിടെ നിന്നല്ല? അതിന്റെ എലമെന്റൽ സ്റ്റേറ്റ് നല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും എന്തല്ല? അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് നമുക്ക് എന്ത് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നേ നമ്മൾ വിളിക്കുള്ളൂ. ക്ലിയർ ആണോ? യെസ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. Delta H formation is a special case of delta reaction എന്ന് നമുക്ക് പറയാം. Where 1 mole of a compound is formed from its constituent elements. ക്ലിയർ ആണോ? അവിടെ എന്ത് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ? 1 mole of a compound ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ അതിന്റെ എലമെന്റൽ സ്റ്റേറ്റിൽ നിന്നാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം.
ഓക്കെ അല്ലേ? അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കുന്നുണ്ടാവും നെക്സ്റ്റ് ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് നമ്മുടെ H2 + Br2 ആഡ് ചെയ്തിട്ട് 2HBr പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണോ? ഈവൻ ദോ ഇവരെല്ലാവരും ഇവരുടെ എന്താണ് സ്റ്റേബിൾ അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റേറ്റിലാണുള്ളത്, പക്ഷേ ഇവിടെ 2 മോളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ വീണ്ടും തന്നിട്ടുള്ളത് എന്തല്ല? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഇസ് നോട്ട് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്സ്. ഇതിന്റെ കാര്യമാണ് പറയുന്നത്. സിൻസ് കാൽഷ്യം കാർബണേറ്റ് ഹാസ് ബീൻ ഫോംഡ് ഫ്രം അതർ കോമ്പൗണ്ട്സ്. ഓക്കെ, അവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് എന്നല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്താണ്? അവരുടെ റിയാക്ഷൻ എൻതാൽപ്പിയാണ്. ഇനി ബ്രോമിന്റെ കേസ് പറയുന്ന സമയത്ത് ഇത് അവരുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല, കാരണം ഇവിടെ 2 മോള് HBr പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഈ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് 2 × എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് നമുക്ക് പറയേണ്ടി വരും, കാരണം ഇവിടെ നമുക്ക് ഹാഫ് H2 ഉം ഹാഫ് Br2 മാത്രം മതി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, നോ ഡൗട്ട്സ്. അപ്പൊ യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ ബൈ കൺവെൻഷൻ ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എൻ എലമെന്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റ് ഇൻ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ ഈസ് ടേക്കൺ ആസ് 0. അതായത് കാർബൺ ഗ്രാഫൈറ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റും? 0 ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അതായത് അതിന്റെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റൽ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമുക്ക് 0 ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇനി എന്താ ഇവിടെ പറയുന്നത്? സപ്പോസ് യു ആർ എ കെമിക്കൽ എഞ്ചിനീയർ. അതായത് നമ്മളിപ്പോൾ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്. നമ്മൾ കെമിക്കൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക കെമിക്കൽ റിയാക്ഷൻസ്, അതിന് എത്ര ഹീറ്റ് എമൗണ്ട് ആണ് വേണ്ടത്, എത്ര എമൗണ്ട് ഹീറ്റ് ആണ് വേണ്ടത്, അത്രയും എമൗണ്ട് ഹീറ്റ് നമ്മൾ കൊടുക്കണം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക? ഓരോ പ്ലാന്റിൽ ഓരോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളോട് അത് പറയും, നമ്മളൊരു കെമിക്കൽ എഞ്ചിനീയർ ആണ്, കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ നമുക്ക് നടത്തണം, അതിന് എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം എന്നുള്ളതാണ് അതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? We can make use of this standard enthalpy of formation. നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും? ഇതിനെ ഡെൽറ്റ RH അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ദാറ്റ് റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ. എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇനി നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇപ്പോൾ ഇവിടെ 2 ഉണ്ടെങ്കിൽ ഞാൻ എന്ത് എഴുതണം? 2 × എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് എഴുതണം. കാരണം നമുക്കറിയാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഉണ്ടാക്കാനുള്ളതാണ്. സോ അതിലിപ്പോൾ 2 മോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ ആലോചിക്കണം. അതാണ് ഇവിടെ AI BI എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വേർ A and B represent the coefficient of the products and the reactants in the balanced equation. ഓക്കെ അല്ലേ? കോഎഫിഷ്യൻസ് ആണ് ഈ എയും ബിയും കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ കാൽഷ്യം കാർബണേറ്റിന്റെ എഴുതുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ഗിവ്സ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. ആ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡീകമ്പോസിഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഹീറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? യെസ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് എൻതാൽപ്പീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് തെർമോ കെമിക്കൽ ഇക്വേഷൻ. എന്താണ് ഒരു തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഒരു തെർമോ കെമിക്കൽ ഇക്വേഷൻ? ഒന്നുമില്ല, ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെൽറ്റ RH കൂടെ നമ്മൾ അവിടെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ X + Y gives Z എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അതിൻ്റെ കൂടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമൗണ്ട് ഓഫ് ഹീറ്റും കൂടെ ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹോൾ ഇക്വേഷൻ എനിക്ക് എന്ത് വിളിക്കാം? ഇതൊരു തെർമോ കെമിക്കൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ടുഗദർ വിത്ത് ദ വാല്യൂ ഓഫ് ഡെൽറ്റ RH ഇസ് കോൾഡ് വാട്ട്? തെർമോ കെമിക്കൽ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ C2H5OH, അതായത് എഥനോൾ എന്ത് ചെയ്യാണ്? ഓക്സിഡേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ എഥനോളിന്റെ കമ്പഷൻ, ഓക്സിഡേഷൻ അല്ല കമ്പഷൻ നടക്കുകയാണ് ഇവിടെ. ഇതെന്തായിട്ട് മാറാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെൽറ്റ RH നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒരു തെർമോ കെമിക്കൽ ഇക്വേഷൻ ആണ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? അതായത്
ഈ ഇക്വേഷൻ പറയുന്നത് അത് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ ഇവർക്ക് ഉണ്ടാകുന്ന ഡെൽറ്റ ആർച്ച് ഇതൊക്കെയാണെന്നാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് അവർ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ദ കോഎഫിഷ്യൻസ് ഇൻ എ ബാലൻസ്ഡ് തെർമോകെമിക്കൽ ഇക്വേഷൻ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം 1 mole ethanol react with 3 moles of oxygen and give 2 moles of carbon dioxide and 3 moles of water എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? യെസ്. അതായത് 2 mole ആൽക്കഹോൾ 3 mole ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 mole കാർബൺ ഡൈ ഓക്സൈഡും 3 mole വാട്ടറും ആണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു റിയാക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം. Clear ആണോ? Yes. So the numerical value of delta RH refers to the number of moles of substance as specified by an equation. Okay അല്ലേ? Yes. അതായത് എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് വിൽ ബി ഹാവിംഗ് യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ. ഓക്കെ. യെസ്. അതായത് ഈ ഡെൽറ്റ ആർച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതണം? ആ സ്റ്റാൻഡേർഡ് എൻതാൽപ്പിയിൽ നമ്മൾ 2 into അല്ലെങ്കിൽ 3 into എന്ന് പറഞ്ഞിട്ട് നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇവിടെ ഡെൽറ്റ ആർച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കാനുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നാണ് അത് മീൻ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ ടു ഇല്ലസ്ട്രേറ്റ് ദിസ് കോൺസെപ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. Fe2O3 + 3H2 gives 2Fe + 3H2. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡെൽറ്റ H2Oയും വേണം, Fe2O3 വേണം. ഇതിന്റെ നമുക്ക് ഡെൽറ്റ എഫ് വേണോ? ഡെൽറ്റ FH വേണോ? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ വേണോ? വേണ്ട. കാരണം എന്താണ്? ഇതിന്റെ നമ്മൾ കൺവെൻഷനലി ടേക്കണ 0 ആണ്. അതിന്റെ നോർമൽ അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റേറ്റിൽ അവരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 into സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ മൈനസ് 1 into സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് Fe2O3 ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -33.3 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ കോഎഫിഷ്യൻസ് അറിയാം. ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. ഇനി ഈ ഹോൾ റിയാക്ഷനെ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡെൽറ്റ ആർച്ചും എന്താവുകയാണ് ചെയ്യുക? അതിന്റെ വാല്യൂ നമുക്ക് 1/3 ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. 1/2 ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ഹോൾ റിയാക്ഷൻ 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ ഡെൽറ്റ ആർച്ച് ഇതിന്റെ എങ്ങനെയാ വരിക? ഡെൽറ്റ ആർച്ച് is equal to 3/2 into ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് വാട്ടർ minus 1/2 into delta H formation of Fe2O3 നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ 1/2 പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? 3 into delta formation of H2O മൈനസ് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് Fe2O3. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അതിനെ ഞാൻ ഡെൽറ്റ ആർച്ച് എന്ന് കൊടുത്താൽ 1/2 into ഡെൽറ്റ ആർച്ച് 1 അല്ലേ കിട്ടുക? ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/2 കൊണ്ട് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അതാണ് പറഞ്ഞത്. ആ ഇക്വേഷന്റെ കോഎഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഡെൽറ്റ ആർച്ചിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം എന്താണ്? എൻതാൽപ്പി ഒരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് അവിടുന്ന് പറയാനായിട്ട് കഴിയും. അതാണ് പറഞ്ഞത്. ഇറ്റ് ഷോസ് that enthalpy is an extensive quantity because എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്പർ ഓഫ് സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ അമൗണ്ട് ഓഫ് മാറ്ററിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി ഞാനൊരു കെമിക്കൽ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡെൽറ്റ ആർച്ചും എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ അമോണിയന്റെ ഫോർമേഷൻ എടുക്കുകയാണ്. അതിന്റെ ഡെൽറ്റ ആർച്ച് എന്ന് പറയുന്നത് -91.8 kJ/mol ആണെങ്കിൽ ഇതിനെ ഞാൻ നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് +91.8 kJ/mol ആയിരിക്കും. അതായത് റിയാക്ഷൻ ഇൻവേഴ്സ് ചെയ്താൽ നമ്മൾ ഡെൽറ്റ എച്ചിന്റെ സൈനിനെയും നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യിപ്പിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലോ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. സോ നമുക്കറിയാം എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ നമ്മുടെ എൻതാൽപ്പി ചേഞ്ച് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ആ ചേഞ്ച് കൊണ്ടുവന്നത് എന്നുള്ള പാത്തിന് അതെന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കറക്റ്റ് അല്ലേ? യെസ്. ഇൻ അതർ വേർഡ്സ് എൻതാൽപ്പി ചേഞ്ച് ഫോർ a reaction is same whether it occurs in one step or in series of step നമുക്ക് പറയാം. കാരണം ഇതെന്ത് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പിൽ നടന്നാലും ചേഞ്ച് എന്താണ്? ഇവിടുത്തത് സെയിം ആയിരിക്കും. സോ അതാണ് നമ്മുടെ ഹെസ്സസ് ലോ പറയുന്നത്. If a reaction takes place in several steps, then its standard reaction enthalpy is the sum of standard enthalpies of the intermediate reaction into which the overall reaction may be divided at the same temperature. അതായത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു A B ആവുന്ന ഒരു റിയാക്ഷൻ ഇത് സിംഗിൾ സ്റ്റെപ്പ്
സ്റ്റെപ്പിൽ നടന്നാൽ ഇതാണ് എന്ത് അതിന്റെ ഡെൽറ്റ ആർച്ച് എന്ന് പറയുന്നത്. ഈ സെയിം എ ബി ആവുന്നത് ആദ്യം എ സി ആവുന്നു, ദെൻ ഈ സി ഡി ആവുന്നു, ദെൻ ഇവർ എന്താവുകയാണ് ബി ആവാണ്. ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതെന്താ ഡെൽറ്റ ആർ എച്ച് 1 ഞാൻ ഇതിനെ വിളിച്ചു, ഡെൽറ്റ ആർ എച്ച് 2 എന്ന് ഞാൻ വിളിച്ചു, ഡെൽറ്റ ആർ എച്ച് 3. ഇങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈ മൂന്നിന്റെയും സമ്മിന് ഈക്വൽ ആണ്. അതിന്റെ സബ് സ്റ്റെപ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ സ്റ്റെപ്സിന്റെ എൻതാൽപ്പിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഗ്രാഫൈറ്റ് ഹാഫ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ നമുക്കുണ്ട്. ഓക്കെ, അതിനെ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ നമ്മളെടുത്ത് എന്തുണ്ട്? നമുക്ക് ഈ എൻതാൽപ്പി ഓൾ ദോ കാർബൺ മോണോക്സൈഡ് ഇസ് എ മേജർ പ്രോഡക്റ്റ്, സം കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈസ് ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിലും എ സ്ലൈറ്റ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല ഈ ഒരു റിയാക്ഷൻ പെർട്ടിക്കുലർലി നോക്കുമ്പോൾ. കാരണം ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസും കൂടെ ഉണ്ടാവാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 റിയാക്ഷൻസ്. അപ്പൊ നമുക്കറിയാം ഇയാളും നമ്മുടെ ഓക്സിജനും ആണ് നമുക്ക് എവിടെ വേണ്ടത്? നമ്മുടെ റിയാക്ടൻ സൈഡിൽ വേണ്ടത്. പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ആരെ വേണം? നമ്മുടെ കാർബൺ മോണോക്സൈഡിനെ വേണം. കറക്റ്റ് അല്ലേ? അതിനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ 2നെ ഞാൻ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹാഫ് O2. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാർബൺ മോണോക്സൈഡിന്റെ പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? 1നെയും 3നെയും ഞാൻ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ്, ഓക്കെ, അത് കിട്ടി. O2 എന്ത് കിട്ടി? നമുക്കിവിടെ ഒരു O2നെ കിട്ടും. ക്ലിയർ ആണോ? ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. C + O2 പ്ലസ് എന്ത് വരും? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് എന്താണ്? ഇവിടെ ആരാ കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ തേർഡ് ഇക്വേഷനിൽ ആരാണ് പുറത്തുള്ളത്? പ്ലസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2. ഇപ്പൊ നമുക്കിവിടെ കാർബൺ ഉണ്ട്, ഇവിടെ ഒരു O2, ഇവിടെ ഹാഫ് O2 ഉണ്ടെങ്കിൽ ഈ ഹാഫ് O2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ഹാഫ് O2 ആവും. സോ O2 മൈനസ് ഹാഫ് O2 ഹാഫ് O2. ഈ CO2 ഇവിടെ ഉണ്ട്, CO2 ഇവിടെ ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി. സോ നമുക്ക് എന്താ ബാക്കിയുള്ളത്? C + ഹാഫ് O2 ഗിവ്സ് CO. നമുക്ക് വേണ്ട ഇക്വേഷൻ കിട്ടിയല്ലോ. നമ്മളിവിടെ എന്താ ചെയ്തത്? 1 + 3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1ന്റെ റിയാക്ഷൻ എന്താൽപ്പി പ്ലസ് 3ന്റെ റിയാക്ഷൻ എന്താൽപ്പി. 3ന്റെ റിയാക്ഷൻ എന്താൽപ്പി എന്താണ്? മൈനസ് ഓഫ് സെക്കൻഡിന്റെ. ദാറ്റ് മീൻസ് പ്ലസ് 283.0 kJ/mol ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇത് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, A B ആവുന്ന റിയാക്ഷൻ ഓക്കെ ഒന്നുകിൽ ഇങ്ങനെ നടക്കാം, അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നത് എന്ന് പറയുന്നത് ഇത് പ്ലസ് ഇതിനെന്തിനായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഹെസ്സസ് ലോ പ്രകാരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത്രയാണ് നമ്മുടെ എൻതാൽപ്പീസ് വരുന്നത്. ഇനി നമ്മുടെ എൻതാൽപ്പി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഡിസൊല്യൂഷൻ ഉണ്ട്, കമ്പസ്റ്റൻ ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമുക്കുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻതാൽപ്പിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ആണ് നോക്കുന്നത്. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയാറുള്ളത്. കമ്പസ്റ്റൻ റിയാക്ഷൻസ് എല്ലാം എക്സോതെർമിക് റിയാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പോഴും എന്തായിരിക്കും? <0 ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. സോ ദീസ് ആർ ഇമ്പോർട്ടന്റ് ഇൻ ഇൻഡസ്ട്രി, റോക്കറ്ററി ആൻഡ് അതർ വർക്ക്സ് ഓഫ് ലൈഫ്. നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തുണ്ട്? കമ്പസ്റ്റൻ റിയാക്ഷൻസ് നമ്മുടെ ചുറ്റും നടക്കാറുണ്ട്. Okay, so the standard enthalpy of combustion നമുക്ക് എങ്ങനെ പറയാം? Defined as the enthalpy change per mole. Okay, that is the enthalpy change per mole എന്ന് നമുക്ക് പറയാം of a substance when it undergoes in the combustion and all reactants and products being in their standard state at specified temperature. ഇങ്ങനെയാണ് നമ്മൾ എല്ലാം പറയുന്ന രീതിയിൽ തന്നെ സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ അതെന്താണ് എല്ലാതും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അവർ കമ്പഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ അവർ റിലീസ് ചെയ്യുന്ന amount of energy നമുക്ക് വിളിക്കാം സ്റ്റാൻഡേർഡ് enthalpy of combustion. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ എന്താ പറയുക ഓർഗാനിക് മോളിക്യൂൾസിന്റെ കമ്പഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കുള്ള ഇക്വേഷൻ ആണെന്ത്? CXHY plus X plus Y by 4 O2 gives XCO2 plus Y by 2
H2O. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഏതൊരു ഓർഗാനിക് മോളിക്യൂളിന്റെയും കമ്പഷൻ ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമ്മുടെ C4H10 ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ x is equal to 4 ആണ്, y equal to 10 ആണ്. അപ്പൊ നമുക്കറിയാം x plus y by 4 എന്ന് പറയുമ്പോൾ 4 plus 5 by 2 എന്ന് വരും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് വരിക? 8 plus 5 that is 13 by 2 ഓക്സിജൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. Then again 4CO2 plus 5 H2O എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ തന്നെ നമുക്ക് കമ്പഷൻ ഓഫ് എന്ത് C6H12O6 ഗ്ലൂക്കോസിനെ നമുക്ക് എഴുതാം. എഗെയിൻ സെയിം റിയാക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നമ്മളെ ബോഡിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി റിലീസ്. അവർ ബോഡി ഓൾസോ ജനറേറ്റ്സ് എനർജി ഫ്രം ഫുഡ് ബൈ സെയിം ഓവറോൾ പ്രോസസ് ആസ് കമ്പഷൻ. ഓൾദോ ദ ഫൈനൽ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ സീരീസ് ഓഫ് കോംപ്ലക്സ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് എൻസൈംസ്. ഓക്കെ, നമ്മളെ ബോഡിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ കാണാറുണ്ട് ഗ്ലൂക്കോസിന്റെ എന്ത് നടക്കാം? കമ്പഷൻ നടക്കാം. അത് ബേൺ ചെയ്തിട്ട് അവിടെ എനർജി റിലീസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. ദ കമ്പഷൻ ഓഫ് 1 mole ഓഫ് ബെൻസീൻ ടേക്സ് പ്ലേസ് അറ്റ് 298 Kelvin and 180 am. After combustion, carbon dioxide and water are produced and 3267 kilojoule heat is liberated. Calculate the standard enthalpy of formation of benzene. Standard enthalpies of formation of carbon dioxide വാട്ടറും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക? അതായത് നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, സോ C6H6 ബെൻസീൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എത്ര ഓക്സിജൻ നമ്മൾ എടുക്കണം? C6H6 ആണെങ്കിൽ C6H6 plus 6 plus 6 by 4 എന്ന് പറയുമ്പോൾ 3 by 2 ആയിട്ട് മാറും. സോ 12 plus 3 15. സോ നമുക്ക് എന്ത് കിട്ടും? 15 by 2 ഓക്സിജൻ gives എന്ത്? 6 CO2 plus 3 H2O. ഇതായിരിക്കുമല്ലോ നമ്മുടെ എന്ത് കമ്പസ്റ്റന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പസ്റ്റന്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ ഡെൽറ്റ RH നമുക്ക് തന്നിട്ടുണ്ട്. -3267 കിലോജൂൾ പെർ മോൾ നമ്മൾ എടുക്കണം. കാരണം ലിബറേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് എന്തടിക്കണം? 3 H2. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? C6H6 നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഫോം ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ 1 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് എന്ത്? ഹാഫ് O2 അല്ല O2. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കാർബൺ ഡയോക്സൈഡിന് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാർബൺ ഡയോക്സൈഡ് കിട്ടി. ഇത് എത്രയാ പറഞ്ഞിട്ടുള്ളത്? ഡെൽറ്റ RH is equal to ഡെൽറ്റ FH is equal to എന്താണ്? -393.5 കിലോജൂൾ പെർ മോൾ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? പിന്നെ എന്താ തന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആവുമ്പം H2 plus half O2 gives H2O. അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുള്ളത് എത്രയാണ്? -285.83 കിലോജൂൾ പെർ മോൾ ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം, ഇവിടെ നമുക്ക് കാർബൺ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. സോ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഇക്വേഷൻ നമ്പർ 1 2 3 ഞാൻ എഴുതുകയാണ്. ഇതിന് ഞാൻ 4 എന്ന് എടുക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആള്. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 2 into 6 ഞാൻ ചെയ്യണം. അപ്പൊ എനിക്ക് 6 ഗ്രാഫൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ എനിക്ക് 6 ഗ്രാഫൈറ്റ് 6 O2 6 CO2 എന്ന് എനിക്ക് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി 3 H2 വേണമെങ്കിൽ ഞാൻ ഇതിന് എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 by 2 O2 3 H2O നമുക്ക് കിട്ടി. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ ഇതിനെ രണ്ടിനും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാവും? 6 ഗ്രാഫൈറ്റും 3 H2ഉം. ഇനി എന്താ ഇവിടെ ബാക്കിയുള്ളത്? നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ആരൊക്കെയുണ്ട്? 6 O2 ഉണ്ട്, 3 by 2 O2 ഉണ്ട്. 6 plus 3 by 2 O2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ടോട്ടൽ വരിക? 15 by 2 O2. സോ നമുക്ക് ആദ്യം വേണ്ട 4ന്റെ റിയാക്ടൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലസ് 15 by 2 O2 നമുക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ആരാ വേണ്ടത്? C6H6 മാത്രം മതി. ഇവിടെ ആരാ ഉള്ളത്? 6H2Oയും 3H2O ഒക്കെയാണ് ഉള്ളത്. സോ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ C6H6നെ എനിക്ക് പ്രോഡക്റ്റ് സൈഡിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 2 into 6 plus 3 -1 ഞാൻ ചെയ്യണം. -1 ചെയ്താൽ ഇത് എന്ത് ചെയ്യും? C6H6 പ്രോഡക്ട്സിന്റെ സൈഡിൽ പോവും. ഇവർ രണ്ടുപേരും ഈ സൈഡിൽ വരും. അപ്പൊ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് സൈഡിലുള്ള 6H2Oയും 3H2Oയും റിയാക്ടൻ സൈഡിലുള്ള 6CO2ഉം 3H2Oയും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സൈഡിലുള്ള 15 by 2 O2ഉം റിയാക്ടൻ സൈഡിലുള്ള 15 by 2 O2ഉം ക്യാൻസൽ ആയി പോകും. ഇനി ആര് മാത്രമേ ബാക്കിയുള്ളൂ? C6H6 മാത്രമേ ബാക്കിയുള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 2 into 6 plus 3. പിന്നെ നമ്മൾ എന്ത് ചെയ്തു?
പ്ലസ് -1 ആണ് നമ്മൾ ചെയ്തത്. കാരണം ആ 1 നമ്മൾ റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കറക്റ്റ് അല്ലേ? പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഇക്വേഷൻ നമ്മളെടുത്തിട്ടുണ്ട്, ഇത് നമ്മളെടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 3നെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ആൻഡ് ഇക്വേഷൻ 4നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുമ്പോൾ 6 ഗ്രാഫൈറ്റ് പ്ലസ് 3 H2O പ്ലസ് 15/2O2 ഗിവ്സ് ഇത് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്താൽ മതി? നമ്മുടെ ഈ റിവേഴ്സ് ചെയ്ത ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താണ്? എൻതാൽപ്പി ഓഫ് നമ്മുടെ ഈ ഒരു തന്നിട്ടുള്ള സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് ഏതായിരുന്നു? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണോ? യെസ്. എന്ത് ചെയ്യുക? ഈ വാല്യൂവിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ട് മറ്റേ വാല്യൂ നമ്മൾ അതിന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. 2 × 6 പ്ലസ് 3 × 3 വേണം ഇവിടെ. -1 ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കുള്ളതാണ് എന്ത്? ദ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എന്താണ് ഈ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഏതൊരു എലമെന്റ് ആയാലും അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആക്കി മാറ്റാനായിട്ട് എത്ര amount ഓഫ് എനർജി വേണമോ അതിനെയാണ് നമ്മൾ അതിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ H2 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിനെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ഗേഷ്യസ് ഫോം ആക്കി മാറ്റാൻ നമുക്ക് എത്ര amount ഓഫ് എനർജി വേണം? അതാണ് എന്ത്? അതിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം H2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. സോ ഇതിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് 2 H ആറ്റം ആയിട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? അതിന്റെ ആ ബോണ്ട് എൻതാൽപ്പിക്ക് അത് ഈക്വൽ ആണ്. അല്ലെങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എത്ര amount ഓഫ് എനർജി കൊടുക്കണോ അതിനത് ഈക്വൽ നമുക്ക് പറയാനായിട്ട് കഴിയും. സോ യു ക്യാൻ സീ ദാറ്റ് ദി ഹൈഡ്രജൻ ആറ്റംസ് ആർ ഫോംഡ് ബൈ ബ്രേക്കിംഗ് H bonds in the dihydrogen. The enthalpy change in this process is known as enthalpy of atomization എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ it is the enthalpy change on breaking 1 mole bonds completely to obtain atoms in the gaseous phase. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് 1 mole bond ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ഗേഷ്യസ് ഫേസിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എത്ര amount ഓഫ് എനർജി കൊടുക്കണം എന്നാണത് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് ഡൈഹൈഡ്രജൻ നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ എടുക്കുകയാണ്, ഇതിന്റെ കാര്യത്തിലൊക്കെ എന്താണ്? അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും അതിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്തായിട്ട് വരും? സിമിലർ ആയിട്ട് വരും. പക്ഷേ പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലേക്ക് പോകുമ്പോൾ എന്താണ്? അവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ രീതിയിലാണ് നമ്മളത് കണ്ടുപിടിക്കാറുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു കാർബണും 4 ഹൈഡ്രജൻ ആറ്റംസും ആയിട്ട് ഇവരെ നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? യെസ്. അതെന്താന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. ഇനി സോഡിയം പോലെയുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ആറ്റമായിട്ട് തന്നെ നിൽക്കുന്ന ആളെ നമുക്ക് അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ നമ്മളിവിടെ കൊടുക്കേണ്ട എന്താണ് ശരിക്കും? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ അല്ലേ? ആ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഇവിടെ എന്തിന് ഈക്വൽ ആണ്? അവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലാണെങ്കിൽ എന്താണ്? എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഇസ് ഓൾസോ ദെയർ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്ന കാര്യം. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്തും നമുക്ക് പറയാം. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ്സ്, നമുക്കറിയാം ഒരു kemical reaction നടക്കുമ്പോൾ അവിടെ ബോണ്ട് ബ്രേക്കിങ്ങും നടക്കാറുണ്ട്, ബോണ്ട് മേക്കിങ്ങും നടക്കാറുണ്ട്. ബോണ്ട് മേക്കിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുക? എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. കാരണം നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാണ് അല്ലേ? സോ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുക? അവരുടെ എനർജി കുറയുന്ന സമയത്ത്. സോ എനർജി കുറയണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ എനർജി റിലീസ് ചെയ്യണം. സോ എപ്പോഴും ഒരു ബോണ്ട് ഉണ്ടാവുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യാണ്? റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് പറയാം. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കാൻ വേണ്ടത് ആ ബോണ്ട് ബ്രേക്ക് ആവാനായിട്ട്, അതായത് എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് എന്ത്? കെമിക്കൽ ബോണ്ട്സ് എന്ന് നമുക്കറിയാം. സോ എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദ ബോണ്ട്. എന്താണ്? നമുക്ക് എന്ത് ചെയ്യണം? എനർജി is required to break the bond and energy is released when a bond is formed എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് പോസിബിൾ ടു റിലേറ്റ് ദ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ചേഞ്ചസ് ഇൻ എവറി എനർജി അസോസിയേറ്റഡ് വിത്ത് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് കെമിക്കൽ ബോണ്ട്സ് വിത്ത് റെഫറൻസ് ടു ദി എൻതാൽപ്പി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദ കെമിക്കൽ ബോണ്ട്സ്. അതായത് നമുക്ക് 2 ടൈപ്പ് ബോണ്ട് എൻതാൽപ്പീസ് ആണ് നമുക്ക് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആൻഡ് മീൻ ബോണ്ട് എൻതാൽപ്പി. എന്തൊക്കെയാണ്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആൻഡ് മീൻ ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, ഇനി ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറ്റോമിക് മോളിക്യൂൾസ് H2 ആയിക്കോട്ടെ, Cl2 ആയിക്കോട്ടെ, O2 ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ എന്താണ്? ബോണ്ട് അവിടെ ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് അവരെന്താവുന്നത്? അവരുടെ പെർട്ടിക്കുലർ ആറ്റംസ് ആയിട്ട് അവർ മാറുന്നത്. സോ ഇവരുടെയൊക്കെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്തിനും ഈക്വൽ ആണ്? അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിക്കും ഈക്വൽ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. എൻതാൽപ്പി ചേഞ്ച് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഇസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് H bond, and the bond dissociation enthalpy is the change in enthalpy when 1 mole of a covalent bond of a gaseous covalent compound is broken into their products in gaseous phase. ഒരു ഗേഷ്യസ് ഫേസിലുള്ള ഒരു കോമ്പൗണ്ടിന്റെ 1 മോൾ കോവലന്റ് ബോണ്ടിനെ ഗേഷ്യസ് ഫേസിലുള്ള ആറ്റംസ് ആക്കി മാറ്റുന്ന സമയത്ത് അവർ റിലീസ് ചെയ്യുന്ന അമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സെയിം ആണ് Cl2ന്റെയും O2ന്റെയും ആരെ കേസ് എടുത്താലും. പക്ഷേ നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ട്വിസ്റ്റ് വരും. കാരണം നമുക്കറിയാം ഈ CH4 എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം മീഥേൻ എന്ന് പറയുമ്പോൾ 4 സെയിം ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്. കറക്റ്റ് അല്ലേ? 4 സെയിം ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഈ 4 ബോണ്ടും ഐഡന്റിക്കൽ ആണ്, നമുക്കറിയാം. കറക്റ്റ് അല്ലേ? ഐഡന്റിക്കൽ ആണ്, അവരുടെ ബോണ്ട് എനർജി സെയിം ആണ്. പക്ഷേ ഈ 4 ബോണ്ടിന്റെയും ബോണ്ട് ഡിസോസിയേഷൻ എന്തായാലും ഡിഫറെന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഒരു CH4, ഇതിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ നമുക്കറിയാം, അത് എത്രയാണ്? 1665 ആണ്. പക്ഷേ ഇവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി എടുത്ത് നോക്കുമ്പോൾ CH4 ആദ്യം ഞാനൊരു CH3 ആക്കി മാറ്റി ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. അതിന് എനിക്ക് 427 kJ/mol വേണം. ഇനി ഈ CH3 ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതിന് എനിക്ക് 439 ആണ് വേണ്ടത്. ഇനി ഈ CH2 ഒരു ഹൈഡ്രജൻ, അതിന് വേറെ എമൗണ്ട്, ദെൻ CH ഒരു ഹൈഡ്രജൻ, അതിന് വേറെ എമൗണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ പറയാൻ കഴിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 എണ്ണത്തിനെയും കൂടെ കൂട്ടിയിട്ട് അതിനെ നമ്മൾ 1/4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇവരുടെ എന്താൽപ്പി ഓഫ് ആറ്റമൈസേഷന്റെ 1/4 ആയിരിക്കും എന്ത്? അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീൻ ബോണ്ട് എന്താൽപ്പി എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ ആള്. മീൻ ബോണ്ട് എന്താൽപ്പി എന്ന് നമ്മൾ പറഞ്ഞത് പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലാണത് കറക്റ്റ് ആവുന്നത്. ഓക്കെ ആണോ? Clear ആണോ? So we find that mean CH bond enthalpy in methane is 416. It has been found that the mean CH bond enthalpies differ slightly from compound to compound. അതായത് ഈ CH bond തന്നെയാണ് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കോമ്പൗണ്ടിലും CH ബോണ്ടിന്റെ മീൻ ബോണ്ട് എന്താൽപ്പി എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് നമ്മളിപ്പം CH3, CH2, Cl അല്ലെങ്കിൽ CH3, NO2 ഇങ്ങനത്തെ ഓരോ മോളിക്യൂൾസ് നമ്മൾ എടുക്കുമ്പോഴും ഓരോന്നിലും നമ്മുടെ CH ബോണ്ടിന്റെ മീൻ ബോണ്ട് എന്താൽപ്പി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എല്ലായ്പ്പോഴും ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഏത് കേസ് നമ്മൾ എടുത്താലും ഹൈഡ്രജന്റെ ഡിസോസിയേഷൻ എന്താൽപ്പി എന്താണ്? അത് തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല നമ്മുടെ CHന്റെ ബോണ്ട് എന്താൽപ്പി എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ യൂസിങ് ഹെസ്സസ് ലോ ബോണ്ട് എന്താൽപ്പീസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമ്മൾ ഹെസ്സസ് ലോ വെച്ചിട്ട് നമ്മൾ ബോണ്ട് എന്താൽപ്പി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ബോണ്ട് എന്താൽപ്പി ഓഫ് സം സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ ബോണ്ട്സ് നമുക്ക് ഇവിടെ നമ്മുടെ എന്താ പറയുക ടേബിളിൽ തന്നിട്ടുണ്ട്. ദ റിയാക്ഷൻ എന്താൽപ്പീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റീസ് ആസ് അറൈസ് ഫ്രം ദ ചേഞ്ചസ് ദാറ്റ് അക്കമ്പനി ബൈ ബ്രേക്കിംഗ് ഓഫ് ഓൾഡ് ബോണ്ട്സ് ആൻഡ് മേക്കിംഗ് ഓഫ് ന്യൂ ബോണ്ട്സ്. നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, പഴയ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ഷൻ എന്താൽപ്പിക്ക് നമ്മളിവിടെ വേറൊരു ഇക്വേഷൻ നമ്മൾ പറയുകയാണ്. അതാണ് എന്ത്? നമ്മുടെ ബോണ്ട് എന്താൽപ്പിന്റെ ടേമിൽ നമ്മൾ ഇക്വേഷൻ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടിയ എന്താണ് നമുക്ക് കിട്ടിയത്? യെസ്, ഓക്കെ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ബോണ്ട് എന്താൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് ബോണ്ട് എന്താൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ എഴുതുന്നത്. എന്താണ്? ബോണ്ട് എന്താൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് ബോണ്ട് എന്താൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ്. നമുക്കറിയാം ഡെൽറ്റ ആർച്ചിന് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബോണ്ട് എന്താൽപ്പിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ എന്താൽപ്പി ഓഫ് അല്ലെങ്കിൽ ബോണ്ട് എന്താൽപ്പി ഓഫ് എന്താണ്? റിയാക്ടൻസ് മൈനസ് ബോണ്ട് എന്താൽപ്പി ഓഫ് ആര് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഈ രണ്ടിന്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണെങ്കിൽ സെക്കൻഡ് വൺ റിയാക്ടൻസ് മൈനസ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോണ്ട് എൻതാൽപ്പിന്റെ കാര്യം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സോൾവെന്റും സൊല്യൂട്ടും കൂടെ ആണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ സോൾവെന്റ് എ ആണെങ്കിൽ അവർക്കിടയിൽ ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എ ഉണ്ടാവും. സൊല്യൂട്ട് ബി ആണെങ്കിൽ അവർക്കിടയിൽ ബി എന്ന് പറഞ്ഞ ഇന്ററാക്ഷൻ ഉണ്ടാവും. ഇത് ഇവർ എന്ത് ചെയ്യാണ്, ഇതൊക്കെ രണ്ടും ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഇന്ററാക്ഷൻ എ ബി അവിടെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള amount of എനർജിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. സോ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of it dissolve in a specified amount of solvent. ഓക്കെ അല്ലേ, ഒരു സ്പെസിഫൈഡ് amount ഓഫ് സോൾവെന്റിൽ 1 mole ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള amount ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്നുള്ളത്. Okay, yeah. So the enthalpy of solution at infinite dilution is the enthalpy change observed on dissolving the substance at infinite amount of solvent when the interaction between the ions are negligible എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ അവർക്ക് എന്തുണ്ടാവും, ക്രിസ്റ്റൽ ലാറ്റിസസ് ഉണ്ടാവും. സോ അവർ ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ എന്താണ്, ഒരു ഓർഡർലി അറേഞ്ച്മെന്റിലാണ് ഉണ്ടാവുക. അയോൺസ് എല്ലാവരും അയോണിക് കോമ്പൗണ്ട്സിന്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർഡർലി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു അയോണിനെ പിടിച്ചിട്ട്, ഈ ഒരു അയോണിക് കോമ്പൗണ്ടിനെ പിടിച്ചിട്ട് നമ്മളൊരു സോൾവെന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവരെന്താണ്, ഈ ക്രിസ്റ്റൽ ലാറ്റിസ് നിന്ന് അവർക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവർ ചന്നം ഭിന്നമായിട്ട് ആ സൊല്യൂഷനിൽ അവർ നിൽക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യണം, ആദ്യം ഇവർക്കിടയിലുള്ള ഈ ബോണ്ട് തകർക്കണം. ആ ബോണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. ഇനിയിപ്പോൾ ഇങ്ങനെ ആയാൽ മാത്രം മതിയോ, പോരാ. അവിടുത്തെ എന്ത് ചെയ്യണം, സോൾവെന്റ് മോളിക്യൂൾസ് ആയിട്ട് അവർ ഇന്ററാക്ഷൻ ഉണ്ടാക്കണം. കറക്റ്റ് അല്ലേ? അപ്പോഴല്ലേ അത് സോലുബിൾ ആണെന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, ആ സോൾവെന്റ് മോളിക്യൂൾ ആയിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സോൾവേഷൻ. ഇനി ആ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം എന്താണ്, ഹൈഡ്രേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ നമുക്ക് എങ്ങനെ പറയാം, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ആണ് നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നോ ഡൗട്ട്സ്? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ സോൾവേഷൻ എൻതാൽപ്പി നമുക്ക് പറയാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്സ് നമ്മൾ എടുത്തു നോക്കിയാലും അവരുടെ സൊല്യൂഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ കുറച്ച് amount ഓഫ് എനർജി അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസൊല്യൂഷൻ അവിടെ നടക്കുന്നത്. ആൻഡ് ഡിസൊല്യൂഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ല? അതുകൊണ്ട് തന്നെ ഫോർവേഡ് റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ആ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മതി. സോ അക്കോർഡിംഗ് ടു ലേഷാൽറ്റിയസ് പ്രിൻസിപ്പിൾ ദ സോലുബിലിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ സോൾട്ട് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം ടെമ്പറേച്ചർ കൂടിയാൽ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ഏത് സൈഡിലേക്ക് പോകണം, എൻഡോതെർമിക് റിയാക്ഷന്റെ സൈഡിലേക്ക് പോകണം. അതാണ് ഇവിടെ എന്ത്, നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഒരു അയോണിക് കോമ്പൗണ്ടിൽ ലാറ്റിസ് എൻതാൽപ്പി വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ലാറ്റിസിൽ നിന്ന് നമുക്ക് അതിനെ വേർപ്പെടുത്താനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി വളരെ കൂടുതലുള്ള അയോൺസ് ആരും സോലുബിൾ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? യെസ്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ലാറ്റിസ് എൻതാൽപ്പി ഈസ് വെരി ഹൈ, ഡിസൊല്യൂഷൻ ഓഫ് ദ കോമ്പൗണ്ട് മെ നോട്ട് ടേക്സ് പ്ലേസ് അറ്റ് ഓൾ. ഡിസൊല്യൂഷൻ തന്നെ അവിടെ എന്ത് ചെയ്യില്ല, നടക്കില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. യെസ്. അപ്പോൾ ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളതാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ ലാറ്റിസിന് അവർ എന്ത് ചെയ്യാണ്, നമ്മൾ ഇളക്കി വിടുകയാണ് അല്ലേ. സോ ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് an ionic compound is the enthalpy change which occurs when 1 mole of an ionic compound dissociates to its gaseous സ്റ്റേറ്റ്. അതായത് അവരുടെ പെർട്ടിക്കുലർ അയോൺസ് ആയിട്ട് ഇപ്പം ഞാൻ NaCl എന്ന് പറഞ്ഞ ഒരു സോളിഡ് ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അവരാരായിട്ട് മാറാണ്, Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസുമായിട്ട് മാറാൻ എത്ര amount ഓഫ് എനർജി വേണമോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാറ്റിസ് എൻതാൽപ്പി എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഈ ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സൈക്കിളാണ് എന്ത്, നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ഡയറക്ട്ലി ലാറ്റിസ് എൻതാൽപ്പിന്റെ വാല്യൂ നമുക്കൊരു എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നമ്മുടെ എന്തെടുക്കാണ്, Na നമ്മുടെ സോഡിയം സോളിഡും ½ Cl2 നമ്മൾ എടുത്തിട്ട് ഈ സോഡിയം സോളിഡ് നമുക്ക് ആരാക്കി മാറ്റണം, ഗ്യാസ് ആക്കി മാറ്റണം. സോഡിയം
ഗ്യാസ് പ്ലസ് ഹാഫ് Cl2. ഈ ഹാഫ് Cl2 ഒരു മാറ്റം ഇവിടെ വരുന്നില്ല. ഇതിനെ ഗ്യാസ് ആക്കി സോളിഡ് ഗ്യാസ് ആക്കണമെങ്കിൽ നമ്മൾ ഏത് റിയാക്ഷൻ എന്താ പറയാ എനർജി ഇവിടെ കൊടുക്കണം, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ഈ സോഡിയം ഗ്യാസിനെ ആരാക്കി മാറ്റാണ്, Na പ്ലസ് ഗ്യാസ് ആക്കി മാറ്റുകയാണ്. Na പ്ലസ് ഗ്യാസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അവിടുന്ന് കൊടുത്തു, ദാറ്റ് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് Na പ്ലസ് ആയി, ഇനി നമുക്ക് Cl മൈനസ് ഗ്യാസാണ് വേണ്ടത്. അപ്പൊ ഇതിനെ ആദ്യം നമുക്ക് ആരാക്കണം, Cl ആക്കണം. Cl ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ Cl2ന്റെ ബോണ്ടിനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. സോ ഇവിടെ ഹാഫ് Cl2 ആയതുകൊണ്ട് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി നമ്മൾ അവിടെ കൊടുത്തു. അപ്പൊ നമുക്ക് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറി. ഈ ക്ലോറിൻ ഗ്യാസിനെ Cl മൈനസ് ആക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺ അവരെടുക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇപ്പൊ നമുക്ക് Na പ്ലസും Cl മൈനസും ആയല്ലോ. ഇനി ഇവരെന്താ ഫോം ചെയ്യുക, NaCl സോളിഡ് ഫോം ചെയ്യും. ഇതാണ് നമ്മുടെ എന്ത്, ലാറ്റിസ് എന്താൽപ്പി എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി ഈ NaCl സെയിം NaCl തന്നെ Na സോളിഡ് എന്നും ഹാഫ് Cl2 എന്നും പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് എന്ത്, നമ്മുടെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതിൽ നിങ്ങൾ നോക്കുക, എന്താൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്കറിയാം, സബ്ലിമേഷൻ അറിയാം, അയോണൈസേഷൻ അറിയാം, ബോണ്ട് ഡിസോസിയേഷൻ അറിയാം, ഇലക്ട്രോൺ ഗെയിൻ അറിയാം. ലാറ്റിസ് എന്താൽപ്പി മാത്രമല്ലേ അറിയാത്തുള്ളൂ. അക്കോർഡിംഗ് ടു SS ലോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ അവിടുത്തെ എന്താൽപ്പി ചേഞ്ച് 0 ആണെന്ന് നമുക്കറിയാം. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സിനെയും അതിന്റെ ഒരുപാട് സ്റ്റെപ്പിലൂടെ നടക്കുകയാണെങ്കിലും അതും എന്താണ്, ഇതിന് ഈക്വൽ ആയിരിക്കും ഇതെല്ലാം എന്നുള്ളത് നമുക്കറിയാം. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ അറിയാത്ത ഒരു ലാറ്റിസ് എന്താൽപ്പി മാത്രമല്ലേ അതിലുള്ളൂ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. യെസ്, ഓരോ സ്റ്റെപ്പായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ലാറ്റിസ് എന്താൽപ്പി നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എല്ലാത്തിനെയും നമ്മൾ ആഡ് ചെയ്ത് അവസാനം നമ്മൾ എന്തും, അതായത് നമ്മുടെ എന്താൽപ്പി ഓഫ് ഫോർമേഷന്റെ നെഗറ്റീവ് നമ്മൾ എടുത്തു, കാരണം അതൊരു ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 0 എന്ന് എഴുതിയാലും നമുക്ക് അവിടുന്ന് ലാറ്റിസ് എന്താൽപ്പി കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ലാറ്റിസ് എന്താൽപ്പി ഇവിടുന്ന് കിട്ടി. ആൻഡ് നമുക്കറിയാം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിസ് എന്താൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ ആണ്. സോ NaClന്റെ ഹൈഡ്രേഷനും കൂടെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, അതിന്റെ സൊല്യൂഷൻ നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. സ്പോണ്ടേനിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു റിയാക്ഷന് വേറൊരു എക്സ്റ്റേണൽ എയ്ഡിന്റെ ഹെൽപ്പ് ഇല്ലാതെ ആ റിയാക്ഷൻ നടത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോണ്ടേനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടെൽ us about the relationship between the heat absorbed and the work performed on or by the system. നമുക്കറിയാം ഇന്റേണൽ എനർജി ഈക്വൽ ടു Q പ്ലസ് W ആണ് നമ്മൾ കണ്ടുപിടിച്ച ലോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നമ്മൾ എഴുതാറുള്ളത്. കറക്റ്റ് അല്ലേ? യെസ്. ഇറ്റ് പുട്സ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഡിറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. അതായത് ആ ഡിറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോക്ക് ഒരു റെസ്ട്രിക്ഷനും ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല. ഒന്നുകിൽ ഇൻ ടു ദ സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സിസ്റ്റം ആവാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ഹൗവർ ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഈസ് യൂണിഡിറക്ഷണൽ ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. നമുക്കറിയാം ഹീറ്റ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ട് മാത്രമേ പോവുള്ളൂ, ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർക്ക് മാത്രമേ ഹീറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുള്ളൂ. ഒരിക്കലും ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പോവില്ല. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് അല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് വേറൊരു എക്സ്റ്റേണൽ എയ്ഡിന്റെയും ഹെൽപ്പ് ഇല്ലാതെ എന്ത് മാത്രമേ നടക്കുള്ളൂ, ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് വരിക എന്നുള്ള കാര്യം മാത്രമേ നടക്കുള്ളൂ. സോ ഇൻ ഫാക്ട് വി ക്യാൻ സേ വാട്ട്, ഓൾ നാച്ചുറലി ഒക്കറിംഗ് പ്രോസസ് വെദർ എ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ വിൽ ടെൻഡ് ടു പ്രൊസീഡ് സ്പോണ്ടേനിയസ്ലി ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുള്ളൂ. അതിന്റെ തിരിച്ചുള്ള എന്താ പറയുക റിയാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? യെസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ എ ഗ്യാസ് എക്സ്പാൻഡിങ് ടു ഫിൽ ദി അവൈലബിൾ വോളിയം ബേണിംഗ് കാർബൺ ഡൈ ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബണും ഡൈ ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്. ഇത് എന്ത് നടക്കും, ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബണും ഓക്സിജനായിട്ട് മാറുക എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബട്ട് we know what heat will not flow from colder body to warmer body on its own. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു അവിടെ എന്ത് നടക്കുള്ളൂ, ആ റിയാക്ഷൻ അവിടെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗ്യാസ് കണ്ടെയ്നർ will not spontaneously contract to one corner or carbon dioxide will not form carbon and dioxygen spontaneous. അതാണ് നമ്മൾ പറഞ്ഞത്. എല്ലാത്തിൻ്റെയും വൺ സൈഡിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സൈഡിലേക്കുള്ള ഫോർവേഡ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ തീർച്ചയായിട്ടും എന്താണ്, നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താണ് ആ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഡിറ്റർമൈൻസ് ദി ഡിറക്ഷൻ ഓഫ് എ സ്പോണ്ടേനിയസ് ചേഞ്ച്, ഒരു സ്പോണ്ടേനിയസ് ചേഞ്ചിന്റെ എന്താ പറയുക ഡയറക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബാക്കിയാണ്. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, അത് ഒന്നുകിൽ എന്താവാം ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആവാം, എൻഡോതെർമിക് റിയാക്ഷൻ ആവാം. ഡെൽറ്റ എച്ച് 0 ആയാൽ പോലും എന്താണത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. സോ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് അത് 1 by 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. യെസ്, ഇവിടെ പറയുന്നത് ലെറ്റ് us ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു വി മീൻ ബൈ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ചേഞ്ച് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. യു മേ തിങ്ക് ബൈ അവർ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് ദ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇസ് ദ വൺ വിച്ച് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി വെൻ കോൺടാക്ട് ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ദ റിയാക്ടൻസ്. അതായത് റിയാക്ടൻസ് അവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ ഒന്നിന്റെയും സഹായമില്ലാതെ അവർ എന്തായിട്ട് മാറുകയാണ്, പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ടേക്ക് ദ കേസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് oxygen. In these gases may be mixed at room temperature and left for many years without observing any perceptible change. Okay. അതായത് ഹൈഡ്രജനെയും ഓക്സിജനെയും ഞാൻ അവിടെ ഇട്ടിട്ട് എനിക്കത് പിന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് അങ്ങനെ തന്നെ അവിടെ ഇടാം. ക്ലിയർ ആണല്ലോ? ഓൾദോ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദം ദാറ്റ് ഈസ് ഇൻ എക്സ്ട്രീംലി സ്ലോ റേറ്റിലാണെങ്കിൽ പോലും ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ കോൾഡ് എന്ത്, സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സോ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ലീവിംഗ് ദ പൊട്ടൻഷ്യൽ ടു പ്രൊസീഡ് വിത്തൗട്ട് ദി അസിസ്റ്റൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസി ലീവിംഗ് അല്ല, ഹാവിംഗ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, യെസ്, അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു റിയാക്ഷൻ അതിന് തന്നെത്താനെ നടക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? യെസ്, ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഓൾവേസ് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നമ്മൾ പറയാറുണ്ട്. വേറൊരു പേരിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഫീസിബിൾ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എ സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? യെസ്, എന്താണ്? യെസ്, ദാറ്റ്സ് എ പ്രോസസ് വിച്ച് ഒക്കർ ബൈ ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ അതിന്റെ ബാക്ക്വേർഡ് പ്രോസസ് അവിടെ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഏജൻസിന്റെ ഹെൽപ്പ് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ ക്രൈറ്റീരിയാസ് ആണ് നോക്കുന്നത് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ക്രൈറ്റീരിയാസ് നോക്കുന്ന സമയത്ത് ഡിക്രീസ് ഇൻ എൻതാൽപ്പി, അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുന്നത് അതിന്റെ ഒരു ക്രൈറ്റീരിയ ആണോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ അവർ എനർജി റിലീസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റിന്റെ അമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് റിയാക്ടൻസിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ ആണെങ്കിലും വെള്ളമാണെങ്കിലും എന്താണെങ്കിലും അത് മേലെന്ന് താഴോട്ട് വരാൻ എന്താണ്, ഈസിയാണ്. താഴ്ന്ന് അതിനെ മേലോട്ട് വിടാൻ നമ്മൾ എന്തെങ്കിലും ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കണം. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഓൾ എക്സോതെർമിക് റിയാക്ഷൻസ് ആർ സ്പോണ്ടേനിയസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്താണ്? എല്ലാ എക്സോതെർമിക് റിയാക്ഷൻസും എന്താണ്, സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇഫ് യു എക്സാമിൻ ദ ഫിനോമിനൻ ലൈക്ക് ഫ്ലോ ഓഫ് വാട്ടർ ഡൗൺ ദ ഹിൽ അല്ലെങ്കിൽ ഫോൾ ഓഫ് സ്റ്റോൺ ടു ദ ഗ്രൗണ്ട്, വി വിൽ ഫൈൻഡ് ദാറ്റ് ദർ ഈസ് നെറ്റ് ഡിക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി. കറക്റ്റ് അല്ലേ? ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കാരണം ഹൈറ്റ് എന്ത് ചെയ്യാൻ ഇവിടെ കുറയാണ് ചെയ്യുന്നത്. MgHൽ ഹൈറ്റ് കുറഞ്ഞാൽ പിന്നെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞില്ലേ? യെസ്, ഓക്കെ. സോ ബൈ അനലോഗി വി മേ ബി ടെംപ്റ്റഡ് ടു സ്റ്റേറ്റ് ദാറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ ബിക്കോസ് ഡിക്രീസ് ഇൻ എനർജി ഹാസ് ടേക്കൻ പ്ലേസ്. ഓക്കെ, ഡിക്രീസിങ് എനർജി ടേക്ക് പ്ലേസ് ചെയ്യുന്ന ആ റിയാക്ഷൻസ് എല്ലാം എന്താണ് നമുക്ക് പറയാം, സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്നാണ് പറയാം നമുക്ക്. അപ്പോൾ ഒരുപാടുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ ദ ഡിക്രീസ് ഇൻ എൻതാൽപ്പി ഇൻ പാസിംഗ് ഫ്രം റിയാക്ടൻസ് ടു പ്രോഡക്ട്സ് മേ ബി ഷോൺ ഫോർ എനി എക്സോതെർമിക് റിയാക്ഷൻ. അതാണ് നമ്മുടെ ഈ ഒരു എൻതാൽപ്പി ഡയഗ്രാം കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് പറയാം എന്ത്, ദസ് ദ പോസ്റ്റുലേറ്റ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ മേ ബി ഡ്യൂ ടു ഡിക്രീസ് ഇൻ എനർജി സൗണ്ട്സ് റീസണബിൾ. അപ്പൊ ഇതൊരു റീസണബിൾ എന്താ പറയുക കാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോസ് ആണ് നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെ അത് മാത്രമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് കഴിയില്ല. കാരണം ചില എൻഡോതെർമിക് റിയാക്ഷൻസ് എന്താണ്, സം എൻഡോതെർമിക് റിയാക്ഷൻസും എന്താണ് നമ്മൾ കണ്ടു, എന്താണെന്ന് കണ്ടു, സ്പോണ്ടേനിയസ് ആണ് നമ്മൾ കണ്ടു. അതായത് എനർജി എടുക്കുന്ന റിയാക്ഷൻസും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ഫോർ എക്സാമ്പിൾ, ഓക്കെ, N2 O2 ഉണ്ടായിട്ട് NO2 ഉണ്ടാവുന്ന റിയാക്ഷൻ ഇവിടെ എന്താണ്,
പ്ലസ് ആണ് സൈൻ, അതായത് അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഗ്രാഫൈറ്റും സൾഫറും കാർബൺ ഡൈസൾഫൈഡ് ഉണ്ടാവുന്ന എഗെയിൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. പക്ഷേ ഇതെല്ലാം എൻഡോതെർമിക് ആണെങ്കിലും ദീസ് ആർ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്കറിയാം ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ പ്രോഡക്റ്റിനാണ് എന്ത് എനർജി കൂടുതൽ റിയാക്റ്റന്റിനെ കാട്ടും, എന്നിട്ടും ഇവരെന്താണ് ഇവർ സ്പോണ്ടേനിയസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എപ്പോഴും എക്സോതെർമിക് റിയാക്ഷൻസ് ആണ് സ്പോണ്ടേനിറ്റിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൽറ്റ എച്ച് ഈക്വൽ ടു 0 ആയ കണ്ടീഷനിൽ സ്പോണ്ടേനിറ്റി നമ്മൾ കണ്ടു. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഡിഫ്യൂഷൻ നടക്കുമ്പോൾ ഡെൽറ്റ എച്ച് എന്താണ് 0 ആണ്. സ്റ്റിൽ അത് എന്ത് പ്രോസസ്സാണ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു റീസൺ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ആക്കി നമുക്ക് പറയാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെയാണ് നമ്മുടെ പുതിയ ടേംസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്തൊക്കെയാണത്, എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എങ്ങനെയാണ് എൻട്രോപ്പിയും സ്പോണ്ടേനിറ്റിയും റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നോക്കിയത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എൻട്രോപ്പി. എത്രത്തോളം ചിന്നിച്ചിതറി കിടക്കുന്നുണ്ടോ അത്രത്തോളം അതിന് എൻട്രോപ്പി കൂടുതലാണെന്ന് നമ്മൾ പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. സോ then what drives the spontaneous process in a given direction? Let us examine such a case in which delta H is equal to 0. അതാണ് നമ്മൾ പറഞ്ഞത്. There is no change in enthalpy but still the process is spontaneous. അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്ന കാര്യം. ഓക്കെ, ഇവിടെ ഡിഫ്യൂഷൻ നടന്നു, ഇവിടെ നിന്ന് എങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് അവിടെ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ let two gases say A and B are represented by black dots and white dots respectively and separated by a movable partition. Then the partition is withdrawn and the gas begin to diffuse to each other. After a period of time diffusion will be completed. correct അല്ലേ? ഒരു സമയം കഴിയുമ്പോൾ ഡിഫ്യൂഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ പ്രോസസ് നമ്മൾ എക്സാം ചെയ്യുന്ന സമയത്ത് ബിഫോർ പാർട്ടീഷൻ ഇഫ് വി ടു പിക്ക് അപ്പ് 2 gas molecules from the left container we would sure that these molecules of gas A similarly it were pick up the gas molecules from the right container. അതായത് അവരുടെ ആഫ്റ്റർ ദ എന്താ പറയുക ഡിഫ്യൂഷനും ബിഫോർ ഡിഫ്യൂഷനും നമ്മൾ അതിനെ എടുത്ത് അതിൻ്റെ എന്താ പറയുക എനർജി നോക്കുന്ന സമയത്ത് അതിൽ എന്ത് വന്നിട്ടില്ല, മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്ത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, കൂടുതൽ ഡിസോർഡർനെസ് ഇവിടെ ഉണ്ടായി. കറക്റ്റ് അല്ലേ? ഇവിടെ കുറച്ച് ഓർഡർനെസ് ഉണ്ടായിരുന്നു, ഇവിടെ കുറച്ചും കൂടെ ഡിസോർഡർനെസ് ആണ് അത് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ പോസ്റ്റുലേറ്റ് നമ്മൾ ഇറക്കേണ്ടി വന്നു. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദർ ഈസ് ഓൾവേസ് എ ടെൻഡൻസി ഫോർ ദ സിസ്റ്റം ഓർ there is always a tendency for the system's energy to become more disordered or chaotic and this would be the criterion for a spontaneous change എന്ന് നമുക്ക് പറയേണ്ടി വന്നു. കാരണം ഈ ഒരു കണ്ടീഷനിൽ എന്താണ്, അവർ കൂടുതൽ ഡിസോർഡർ ആയപ്പോൾ ആ റിയാക്ഷൻ അവർ എന്തായിട്ട് നടന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ നടന്നു. ആൻഡ് അപ്പോഴാണ് നമ്മൾ ആ ഡിസോർഡർനെസ്സിന് ഒരു പേരിട്ടത്. ദാറ്റ് ഇസ് വാട്ട് ഈസ് എൻട്രോപ്പി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ എൻട്രോപ്പി ആണ് എന്ത്, ദാറ്റ്സ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർനെസ് ഇൻ എ സിസ്റ്റം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഗ്രേറ്റർ ദ ഡിസോർഡർനെസ് ഇൻ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഹയർ ഇസ് ഇറ്റ്സ് എൻട്രോപ്പി എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ദിസ് എൻട്രോപ്പി ചേഞ്ച് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ദ റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഫ്രം വൺ പാറ്റേൺ ഓഫ് ദ റിയാക്ടൻസ് ടു ദി അതർ. അതായത് റിയാക്ടൻസിലുള്ള ഒരു പാറ്റേൺ നിന്ന് പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ വേറൊരു പാറ്റേണിലേക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സ് മാറുന്നതാണ് നമ്മൾ ഈ സ്പോണ്ടേനിറ്റി എന്നുള്ളത് ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇഫ് ദ സ്ട്രക്ചർ ഓഫ് പ്രോഡക്റ്റ് ഈസ് വെരി മച്ച് ഡിസോർഡേർഡ് ദാൻ ദാറ്റ് ഓഫ് ദ റിയാക്ടൻസ് ദെൻ ദർ വിൽ ബി റിസൾട്ടന്റ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി നമുക്ക് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ H2O ലിക്വിഡിൽ നിന്നും H2O ഗ്യാസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എവിടെയാണ് എൻട്രോപ്പി കൂടുതൽ, ഡിസോർഡർനെസ് കൂടുതൽ H2O ഗ്യാസിനല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്താണ്, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് ഈ റിയാക്ഷന്റെ ഫലമായിട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? Okay ആണോ? Yes. So the change in entropy accompanying a chemical reaction may be estimated quantitatively by the consideration of structure of species taking part in the reaction. അതായത് നമ്മൾ ഇങ്ങനെ ആരാണ് ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന്റെ എൻട്രോപ്പി കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡിക്രീസ് ഇൻ റെഗുലാരിറ്റി ഓഫ് ദ സ്ട്രക്ചർ വിൽ മീൻ വാട്ട്, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളത്. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ് സ്റ്റേറ്റ് ഓഫ് ഇസ് ദ ലോവസ്റ്റ് എൻട്രോപ്പി ആണ് ഉണ്ടാവുക ക്രിസ്റ്റലൈൻ സോളിഡ് സ്റ്റേറ്റിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്താണ്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, വളരെ ഓർഡർലി അറേഞ്ച്മെന്റ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ഗേഷ്യസ് സ്റ്റേറ്റിനാണ് എന്ത്, ഹയസ്റ്റ് എൻട്രോപ്പി ഉണ്ടായിരിക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എൻട്രോപ്പീനെ ക്വാണ്ടിഫൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ ബൈ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, വൺ വേ ടു കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ കയോട്ടിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി അമംഗ് ദ മോളിക്യൂൾ വുഡ് ബി ത്രൂ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വിച്ച് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വഴി നമുക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാം. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതർ വേ വുഡ് ബി റിലേറ്റഡ് ടു ദിസ് പ്രോസസ് ടു ദ ഹീറ്റ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് വിച്ച് വുഡ് മേക്ക് ദി എൻട്രോപ്പി എ തെർമോഡൈനാമിക് കോൺസെപ്റ്റ്. അതായത് നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, എൻട്രോപ്പീനെ ഹീറ്റുമായിട്ടും ടെമ്പറേച്ചറുമായിട്ടും നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതിനാണ് ഇവിടെ പറഞ്ഞത്, ദി എൻട്രോപ്പി ലൈക്ക് എനി അതർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി സച്ച് ആസ് ഇന്റേണൽ എനർജി, എൻതാൽപ്പി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതൊരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം, ഞാനിപ്പം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു എന്താ പറയാ ഐസിലേക്ക് ഞാൻ കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ഓക്കെ, സേ ഒരു 20 ഡിഗ്രി ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ലിക്വിഡ് ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? അതായത് അവരുടെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവിടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് പറയാം എൻട്രോപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഹീറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് whenever heat is added to the system it increases molecular motion causing increased randomness of the system. Thus നമുക്ക് പറയാം heat has randomizing influence on the system. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ റാൻഡംനെസ്സിനെയും ഹീറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? യെസ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ഉണ്ട്, ഒരു 70 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിൽ രണ്ടിലേക്കും ഞാൻ എന്ത് ചെയ്യാണ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഞാനൊരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയാണ് കൂടുതൽ റാൻഡംനെസ് ക്രിയേറ്റ് ആവുക, 70യിൽ. കാരണം ഇവിടെ ഓൾറെഡി അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ ഭയങ്കര റാൻഡം ആയിട്ടാണ് ഉള്ളത്. അവിടെ വീണ്ടും റാൻഡംനെസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ പെട്ടെന്ന് അത് റാൻഡംനെസ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എൻട്രോപ്പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. The experience suggests us that the distribution of heat also depend upon the temperature at which the heat is added to the system. അതായത് ഏത് ടെമ്പറേച്ചറിലാണ് ആ ഹീറ്റ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കൂടെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻട്രോപ്പി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എ സിസ്റ്റം അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ഹാസ് എ ഗ്രേറ്റർ റാൻഡംനെസ് ഇൻ ദ വൺ അറ്റ് ലോവർ ടെമ്പറേച്ചർ. അതായത് ഹയർ ടെമ്പറേച്ചറിലുള്ള ആൾക്ക് ഓൾറെഡി റാൻഡംനെസ് കൂടുതലാണ്. സോ അയാൾക്ക് നമ്മൾ ഹീറ്റ് കൊടുത്താൽ ഉണ്ടാവുന്ന റാൻഡംനെസ് വ്യത്യാസമായിരിക്കും കമ്പയർഡ് ടു ലോവർ ടെമ്പറേച്ചർ. ഇവിടെ വളരെ കൂടുതലായിട്ട് റാൻഡംനെസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്, ഡെൽറ്റ എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ, ഡെൽറ്റ എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/t. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടി, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഫോർ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഓഫ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ഗിവൺ ബൈ, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടോട്ടൽ എൻട്രോപ്പി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഡെൽറ്റ എസ് ടോട്ടൽ ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാം. അത് എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അതിന്റെ വാല്യൂ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഇനി ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവരുടെ എൻട്രോപ്പി മാക്സിമം ആണ്. അവിടുത്തെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ആണ്. അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ആൻഡ് നമുക്കറിയാം എൻട്രോപ്പി ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആണ് എന്നുള്ള കാര്യം, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഈക്വൽ ടു ക്യൂ സിസ്റ്റം റിവേഴ്സിബിൾ ബൈ ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഒരു ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണെങ്കിലും റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണെങ്കിലും നമുക്കറിയാം അതിന്റെ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു റിവേഴ്സിബിൾ ആയിക്കോട്ടെ ഇറിവേഴ്സിബിൾ ആയിക്കോട്ടെ, ഒരു ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ പി എക്സ്റ്റേണൽ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് റിവേഴ്സിബിളിനും ഇറിവേഴ്സിബിളിനും അതെന്താണ്, 0 ആണ് ഡെൽറ്റ യുവിന്റെ വാല്യൂ നമുക്കറിയാം. പക്ഷേ ഇത് നമ്മൾ ഡെൽറ്റ എസിന്റെ വാല്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് നോട്ട് 0 ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് അതൊരിക്കലും എന്താവില്ല, 0 ആവില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിനെയും ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെയും കൂടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ എൻട്രോപ്പി യൂസ് ചെയ്യാം. കാരണം എൻട്രോപ്പി 0 ആവാതെ ഡെൽറ്റ യു 0 ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഇനി രണ്ടും 0 ആയാൽ ദാറ്റ് ഈസ് റിവേഴ്സിബിൾ എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാം, എൻട്രോപ്പി യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ഇനി അതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ പ്രെഡിക്ട് ദ നേച്ചർ ഓഫ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ഇൻ ദീസ് ഫോളോയിങ് കണ്ടീഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ടു സോളിഡ്. ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് അവിടെ വരികയാണ്. ദാറ്റ് മീൻസ് എൻട്രോപ്പി ഡിക്രീസസ് ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് റേസസ് ഫ്രം 0 to 115. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. സോ അവിടെ എൻട്രോപ്പി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കൂ. സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസിൽ നടക്കുന്ന സമയത്ത് ഓൾവേസ് അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യാണ്? റാൻഡംനെസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഇവിടെ H2 ഗ്യാസ് അതിന്റെ 2 ആറ്റംസ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എഗെയിൻ അവിടെ ബോണ്ട് ബ്രേക്ക് ആയി റാൻഡംനെസ് എഗെയിൻ അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ആദ്യം നമ്മൾ പറഞ്ഞു എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാണ്. ദെൻ 0 കെൽവിൻ എന്ന് പറയുമ്പോൾ അവരുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആണ്. ടെമ്പറേച്ചർ 115 ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻട്രോപ്പി തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം NaHCO3 ഒരു സോളിഡ് ആണ്, ലോ എൻട്രോപ്പി ആണ്. അത് ഡീകമ്പോസ് ചെയ്തിട്ട് 2 ഗ്യാസും ഒരു സോളിഡും ആണ് ഉണ്ടാകുന്നത്. സോ എഗെയിൻ അവിടെ ഹയർ എൻട്രോപ്പി ആണ് ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 1 മോളിക്യൂള് 2 ആറ്റംസ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഡിസോർഡേർഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. എഗെയിൻ അവിടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്താണുള്ളത്? നമ്മുടെ 4 iron plus 3 O2 gives 2 Fe2O3. എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ദ നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ, വൈ ഇസ് ദ റിയാക്ഷൻ സ്പോണ്ടേനിയസ്? റിയാക്ഷൻ എന്തുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കാണാം ഇവിടെ? യെസ്. ഓക്കെ, സോ ഡെൽറ്റ ആർച്ച് ഫോർ ദിസ് റിയാക്ഷനും തന്നിട്ടുണ്ട്. എന്താണ് നമ്മളോട് പറഞ്ഞത്? ഇതിന്റെ എൻട്രോപ്പി ചേഞ്ച് നമ്മളോട് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ഫോർ ദിസ് റിയാക്ഷൻ, വൈ ഇസ് എ റിയാക്ഷൻ സ്പോണ്ടേനിയസ്? ഓക്കെ, സോ വൺ ഡിസൈഡ്സ് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ ബൈ കൺസിഡറിംഗ് ഡെൽറ്റ എസ് ടോട്ടൽ. ഡെൽറ്റ എസ് ടോട്ടൽ എന്താണ്? നമുക്ക് ഫോർ കാൽക്കുലേറ്റിംഗ് ഡെൽറ്റ എസ് സറൗണ്ടിങ് വി ഹാവ് ടു കൺസിഡർ ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സറൗണ്ടിങ്. അതായത് ഡെൽറ്റ എസ് ടോട്ടൽ നമുക്ക് എന്ത് കിട്ടണം? ഗ്രേറ്റർ ദാൻ 0 കിട്ടണം. ക്ലിയർ അല്ലേ? ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 കിട്ടിയാലേ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് തന്നത് സിസ്റ്റത്തിന്റെ എന്താണ്? ഡെൽറ്റ എസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സറൗണ്ടിങ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാം എന്താണ് ഡെൽറ്റ സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെൽറ്റ സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഡിവൈഡഡ് ബൈ T ആണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ Q എന്ന് പറഞ്ഞാൽ നമുക്കത് ഡെൽറ്റ എച്ച് ആണെന്ന് എഴുതാലോ. സോ അതുകൊണ്ട് തന്നെ വി കൺസിഡർ ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സറൗണ്ടിങ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ എച്ച്. അതായത് ഇവർ ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സറൗണ്ടിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ സറൗണ്ടിങ് എന്ത് ചെയ്തു? അതിനെടുത്തു. സോ അതിനെ നമ്മൾ എന്താക്കി എഴുതും? പോസിറ്റീവ് ആക്കി എഴുതും. അതുകൊണ്ടാണ് മൈനസ് ഓഫ് ഡെൽറ്റ ആർ എച്ച് ഡിവൈഡഡ് ബൈ T എന്ന് നമ്മൾ എടുത്തത്. അപ്പൊ നമുക്ക് ഡെൽറ്റ എസ് സറൗണ്ടിങ് കിട്ടിയല്ലോ. ഇനി ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിനെയും ഡെൽറ്റ എസ് സിസ്റ്റത്തിനെയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് shows that the above reaction is spontaneous കാരണം delta S total greater than 0. Okay അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? നമ്മുടെ സ്പോണ്ടേനിറ്റിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി അത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പോണ്ടേനിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ആര്? നമ്മുടെ ഗിബ്സ് എനർജിയും എന്താ പറയാ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് അവൈലബിൾ ടു ഡു ഫ്രീ വർക്ക്. ഓക്കെ, യെസ്. അതായത് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിബ്സ് ഫ്രീ എനർജി എന്നുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മളിപ്പോ പ്രീവിയസ് സെഷനിലൊക്കെ നമുക്ക് മനസ്സിലായി എന്ത്? ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ഒരുപോലെ സ്പോണ്ടേനിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് വി ഹാവ് സീൻ ദാറ്റ് ഫോർ ദ സിസ്റ്റം ഇറ്റ്സ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് അതെന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? സ്പോണ്ടേനിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, ബട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഫോൾ ഇൻ ടു ദ കാറ്റഗറി ഓഫ് ഈതർ ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം ആയിരിക്കും നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഫോർ മോസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് ദർ ആർ ചേഞ്ചസ് ഇൻ ബോത്ത് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. രണ്ടിലും ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നമുക്കറിയാം എൻതാൽപ്പി ആണെങ്കിൽ എൻതാൽപ്പി കുറയുന്നതും എൻതാൽപ്പി കൂടുന്നതും 0 ആയാലും എന്ത്? സ്പോണ്ടേനിറ്റിക്കുള്ള പോസിബിലിറ്റി എന്നുള്ളത്. സോ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരാളെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കുമ്പോൾ എന്താ അതിന്റെ സ്പോണ്ടേനിറ്റി പറയാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ ഈസി. അതായത് ഇതെല്ലാം കൂടെ നോക്കി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ എന്താ പറയാ കൂടുക, 0-നെക്കാട്ടും കൂടുക അല്ലെങ്കിൽ 0-നെക്കാട്ടും കുറയുക എന്ന് പറയുമ്പോൾ അതിന്റെ സ്പോണ്ടേനിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും എന്ത്? കുറച്ചും കൂടെ നന്നായിരിക്കാം. കറക്റ്റ് അല്ലേ? യെസ്. 1 സെക്കൻഡ്. ഓക്കെ,
ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്, അതായത് ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഡിസ്കഷൻ ഇൻ ദ പ്രീവിയസ് സെക്ഷൻ ദാറ്റ് neither decrease in enthalpy nor increase in entropy alone determine എന്ത് അത് അതിന്റെ ആ റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പുതിയ ഒരു ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എന്ത് നമ്മുടെ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫംഗ്ഷൻ ജി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടി? ജി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ് നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ജി അഗെയിൻ ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലേ? അതെന്താണ് അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ആൻഡ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ മാത്രമേ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ ജി സിസ്റ്റം ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് എന്ത് വരും? നമ്മളിത് ലൈവിൽ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ടി എസ് എന്ന് നമുക്ക് എഴുതേണ്ടി വരും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ ജി സിസ്റ്റം ഈക്വൽ ടു എന്താവും? ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് എസ് ഡെൽറ്റ. ഈ ഡെൽറ്റ ടി നമ്മൾ രണ്ടിനും കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആർക്ക് കൊടുക്കാന്ന്? എസിന് കൊടുക്കുമ്പോൾ നമുക്ക് ടി ഡെൽറ്റ എസ് എന്ന് വരും. ദെൻ നമ്മൾ ആർക്ക് കൊടുക്കണം? ടി കൊടുക്കണം. അപ്പോൾ എസ് ഡെൽറ്റ ടി എന്ന് വരും. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് എസ് സിസ്റ്റം ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ എടുക്കുന്നത് ഒരു ഐസോതെർമൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ ടി 0 ആവും. സോ ഈ ടേം മൊത്തം 0 ആയി പോകും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? ഡെൽറ്റ എച്ച് സിസ്റ്റം ഈക്വൽ ഡെൽറ്റ ജി സിസ്റ്റം ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ള ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജി ആണ്. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻതാൽപി ചേഞ്ച് ഇൻ എൻതാൽപി മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച് ആണ്. ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ, ഈ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് എടുക്കാം? ഇതിനെ നമ്മൾ ഡെൽറ്റ ജീനാണ് നമ്മൾ എന്ത് ദാറ്റ് അമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ആർ അവൈലബിൾ ടു ഡു ഫ്രീ വർക്ക് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? യെസ്. അപ്പം അതാണ് നമ്മൾ പറയുന്നത് ആൻഡ് ഈസ് റെഫർ ടു ആസ് ദ ഗിബ്സ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഇൻ കെമിസ്ട്രി ആണ് നമ്മുടെ ഈ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. ഓക്കെ അല്ലേ? യെസ്. സോ ഹിയർ വി ഹാവ് കൺസിഡർഡ് ബോത്ത് ദ ടേംസ് ടുഗെദർ ഫോർ സ്പോണ്ടേനിറ്റി. ഇവിടെ നമ്മൾ ഡെൽറ്റ എച്ചിനെയും ഡെൽറ്റ എസിനെയും ടുഗെദർ എന്തിന്? സ്പോണ്ടേനിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഏത് വാല്യൂ എടുത്തത്? ഡെൽറ്റ ജി വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഡെൽറ്റ ജീൻ്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എച്ചിൻ്റെ യൂണിറ്റ് ഓൾവേസ് ജൂൾ ആണ്. എന്നിട്ട് ഇവിടെ എന്ത് വരും? ടി ഡെൽറ്റ എസ് എന്ന് പറയുമ്പം എഗെയിൻ എന്ത് വരും? നമുക്ക് ജൂൾ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ജൂൾ മൈനസ് ജൂൾ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ടീൻ്റെ യൂണിറ്റ് കെൽവിൻ ആണ്. എസിൻ്റെ യൂണിറ്റ് എന്താണ്? എഗെയിൻ എന്താണ്? എച്ച് ബൈ ടി ആണ്. സോ എഗെയിൻ ജൂൾ ബൈ കെൽവിൻ എന്ന് വരും. സോ കെൽവിൻ ക്യാൻസൽ ആയി പോകും. സോ ജൂൾ മൈനസ് ജൂൾ എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഡെൽറ്റ ജീൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ആൻഡ് നമുക്കറിയുന്ന വേറൊരു കാര്യമുണ്ട് ഇവിടെ. എന്താണ്? ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അവർ ഒരു തേർമൽ ഇക്വിലിബ്രിയത്തിലാവുന്ന സമയത്ത് നമുക്ക് പറയാം എന്ത്? അവരുടെ ഡെൽറ്റ എസ് സിസ്റ്റം ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ് നമുക്ക് പറയാനായിട്ട് കഴിയും തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സമയത്ത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ് ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സിസ്റ്റം. സറൗണ്ടിങ്ങിന്റെയും സെയിം സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ. ആ കേസിൽ അവരുടെ എൻതാൽപി ഓഫ് ദ സറൗണ്ടിങ് വിൽ ബി ഈക്വൽ ടു ഇൻക്രീസ് ഇൻ എൻതാൽപി ഓഫ് ദ സറൗണ്ടിങ് വിൽ ബി ഈക്വൽ ടു ഡിക്രീസ് ഇൻ എൻതാൽപി ഓഫ് ദ സിസ്റ്റം. അതാണ് നമ്മൾ പറഞ്ഞത് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം. ഓക്കെ, സറൗണ്ടിങ്ങിലെ ഹീറ്റ് എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്തിൻ്റെ ഡിക്രീസിന് ഈക്വൽ ആണ്? സിസ്റ്റത്തിലെ എമൗണ്ട് ഓഫ് ഹീറ്റിൻ്റെ ഡിക്രീസിന് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ബൈ ടി നമ്മൾ എഴുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി. ഈ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു? മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റത്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. ഈ ടീനെ ഞാൻ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ ടി വരും. ഈ ടീനെ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ ഇതെന്തായിട്ട് മാറും? ടി ഡെൽറ്റ എസ് ടോട്ടൽ പ്ലസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ടീനെ നമുക്ക് എല്ലാത്തൊന്നും ക്യാൻസൽ ചെയ്യാലോ. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. സോറി യെസ്, 1 സെക്കൻഡ്, ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. യെസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ടീനെ ഇങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടി ഡെൽറ്റ എസ്
സോറി ഗൈസ്, ഡെൽറ്റ ടി എന്തായി പോയത്, ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് നമുക്ക് കിട്ടി, ഡിവൈഡഡ് ബൈ ടി. ഇനി ഈ ടീനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ടി ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവുന്ന സമയത്ത് ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് ഓൾവേസ് 0 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ടി ഡെൽറ്റ എസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഇസ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എഴുതാം. ഞാൻ ഇതിൽ മൈനസിനെ പുറത്തേക്ക് എടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഈ വാല്യൂ എന്താണ്, ഡെൽറ്റ ജിന്റെ വാല്യൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ മൈനസ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0 നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആണോ, ഓക്കെ ആണോ? യെസ്. സോ ഇഫ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഇസ് ദ എൻതാൽപി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ, ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് പറയുന്നത് ആ റിയാക്ഷൻ എൻതാൽപി ചേഞ്ച് ആണെങ്കിൽ ടി ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ദ എനർജി വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഫോർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക്. നമ്മൾ പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ വർക്ക് ചെയ്യാനായിട്ട് അവിടെ റിമെയിൻ ചെയ്യുന്ന amount ഓഫ് എനർജിയാണ്. അതായത് എൻതാൽപി ചേഞ്ചിൽ നിന്നും അൺഅവൈലബിൾ ആയിട്ടുള്ള എനർജി കുറച്ചാലല്ലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡെൽറ്റ എച്ച് എൻതാൽപി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ ആണെങ്കിൽ ഈ ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്താണ്, amount ഓഫ് എനർജി വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക് ആയിരിക്കും. സോ ഡെൽറ്റ ജി ഇസ് ദ നെറ്റ് എനർജി വിച്ച് ഇസ് അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക് ആൻഡ് ദസ് ഇസ് എ മെഷർ ഓഫ് ദ ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് നമ്മൾ അതിനെ അതുകൊണ്ടാണ് വിളിച്ചത് ഗിബ്സ് ഫ്രീ എനർജി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഡെൽറ്റ ജി നമുക്ക് എന്ത് തരുന്നുണ്ട്, സ്പോണ്ടേനിറ്റിക്കുള്ള ക്രൈറ്റീരിയ തരുന്നുണ്ട്. എന്താണ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ക്ലിയർ ആണോ, ഓക്കെ ആണോ? യെസ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൻ്റെ ഉള്ള രത്നച്ചുരുക്കാണ് ഇവിടെ ഈ തന്നിട്ടുള്ള നോട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഡെൽറ്റ ജിന്റെ വാല്യൂ എന്താവണം, നെഗറ്റീവ് ആവണം. സോ ഈ നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് നമുക്കുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഡെൽറ്റ ജി എപ്പോഴും നമുക്ക് നെഗറ്റീവ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കണം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോഴല്ലേ ഇത് എപ്പോഴും നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. കാരണം ഇവിടെ ഒരു -100 ഉണ്ടെന്ന് വിചാരിക്കുക, മൈനസ് ഒരു പോസിറ്റീവ് വാല്യൂ ഇപ്പൊ 10 ഇൻറ്റു എന്ത് വരണം, നമുക്ക് എന്ത് വരണം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെ വരണം. 5 ആണെങ്കിൽ എന്ത് കിട്ടും, -100 -50 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ഡെൽറ്റ എസ് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരുന്നെങ്കിൽ ഇത് എന്ത് കിട്ടും, -50. സോ -50 എന്താവും, +50 ആവും. കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഈ ഡെൽറ്റ എസ് പോസിറ്റീവും ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എല്ലാ ടെമ്പറേച്ചറിലും ഇതെന്തായിരിക്കും, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതേ സെയിം കണ്ടീഷൻ നമുക്ക് ഡെൽറ്റ ലൈക്ക് എന്താണ് നെക്സ്റ്റ് കണ്ടീഷൻ വരുന്നത്, എന്താണ്, ഇത് നെഗറ്റീവ് ഇതും നെഗറ്റീവ്, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ. ഈ സമയത്ത് എപ്പോൾ മാത്രമേ നമുക്ക് നെഗറ്റീവ്, അതായത് നെഗറ്റീവ് വാല്യൂസ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ, ഈ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി സെയിം കണ്ടീഷനിൽ നമുക്ക് പോസിറ്റീവ് കിട്ടും എപ്പോൾ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ. അതായത് ഇവിടുത്തെ 10ന് പകരം ഞാൻ ഇവിടെ 100 എടുത്തു കഴിഞ്ഞാൽ ഇതെന്താവുമായിരുന്നു, -100 പ്ലസ് എന്ത് വരും, 100 × 5, അതായത് 500 എന്ന് വരും. സോ ടോട്ടൽ നമുക്ക് എന്താ കിട്ടുക, 400 എന്നല്ലേ കിട്ടുക. ദാറ്റ് മീൻസ് അതൊരു പോസിറ്റീവ് വാല്യൂ അല്ലേ. അതായത് ഹൈ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താവും, നോൺ സ്പോണ്ടേനിയസ് ആവും. ക്ലിയർ ആണോ? ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിലോ, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഓക്കെ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഈ വാല്യൂ വലുതാവണമെങ്കിൽ ടെമ്പറേച്ചർ എന്താവണം, ഹൈ ആവണം. ഓക്കെ, അപ്പോൾ ദേ വിൽ ബി സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് വാല്യൂസ് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതെന്തായിരിക്കും, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ള എന്താണ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും. ഡെൽറ്റ എസ് നെഗറ്റീവ് ആയി ഇവിടെ എപ്പോൾ നമുക്ക് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് ഓൾറെഡി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. സോ പോസിറ്റീവും കൂടി കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ഒരു പോസിറ്റീവ് ആണ് കിട്ടുക. ഏതൊരു ടെമ്പറേച്ചർ എടുത്താലും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്, ഇഫ് എ റിയാക്ഷൻ ഹാവ് പോസിറ്റീവ് എൻതാൽപി ചേഞ്ച് ആൻഡ് പോസിറ്റീവ് എൻട്രോപ്പി ചേഞ്ച്, പോസിറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്പോണ്ടേനിയസ് വെൻ ടി ഡെൽറ്റ എസ് ഇസ് ലാർജ് ഇനഫ് ടു ഔട്ട്വേ ഡെൽറ്റ എച്ച്. കാരണം നമുക്കറിയാം എന്താണ്, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് അല്ലേ. ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണെങ്കിൽ ഈ മൈനസ് വാല്യൂ ഓൾ ടുഗെദർ എന്താവണം, വലുതാവണം. അത് വലുതാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടെമ്പറേച്ചർ വലുതാവണം. ടി ഡെൽറ്റ എസ് ഷുഡ് ബി ലാർജ് ഇനഫ് ടു ഔട്ട്വേ ഡെൽറ്റ എച്ച്. അതായത് ഇവിടെ 100ഉം ഇവിടെ നമുക്ക് 500ഉം വന്നാലേ നമുക്ക് ടോട്ടൽ ആൻസർ -400 അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ആൻസർ കിട്ടുള്ളൂ. റിയാക്ഷൻ അപ്പോഴേ സ്പോണ്ടേനിയസ് ആവുള്ളൂ. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 2 ways. എന്താണ്, പോസിറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ഫ്രം ദ സിസ്റ്റം ക്യാൻ ബി സ്മോൾ. അതായത് ഒന്നുകിൽ ഡെൽറ്റ എസ് ചെറുതായാൽ മതി ആൻഡ് ടി മസ്റ്റ് ബി ലാർജ്.
ക്ലിയർ അല്ലേ? യെസ്. അല്ലെങ്കിൽ ഡെൽറ്റ എസ് വലുതായിട്ട് ടി എന്താവാം, കുറഞ്ഞാലും പ്രശ്നമില്ല. ഇങ്ങനെ 2 കണ്ടീഷനിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് കഴിയുക എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി എങ്ങനെയാണ് നമ്മുടെ ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ വി ഹാവ് സീൻ ദാറ്റ് ഹൗ എ നോളജ് ഓഫ് ദ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്രീ എനർജി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അലൗസ്. അതായത് പ്രഡിക്ഷൻ ഓഫ് ദ സ്പോണ്ടേനിറ്റി ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പറ്റും എപ്പോൾ ഡെൽറ്റ ജിന്റെ സൈൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ. നെഗറ്റീവ് ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രഡിക്ഷൻ ഓഫ് ദ യൂസ്ഫുൾ വർക്ക് ദാറ്റ് കുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്. ഡെൽറ്റ ജിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് വി നോ ഡെൽറ്റ ടി, ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ് ആൻഡ് ടെമ്പറേച്ചർ. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞത്, നമ്മൾ ഡെൽറ്റ ജിന്റെ യൂസസ് ആയിട്ട് നമ്മൾ പറയാനായിട്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ പറയുന്നത്, ഈ പാരഗ്രാഫ് മുഴുവൻ പറയുന്നത് എന്താണ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ, എന്താണ് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അതായത് നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ, അതായത് നമ്മുടെ ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം എന്താ പറയുക റേറ്റിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ആ ഇക്വിലിബ്രിയത്തിൽ അവരുടെ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും അവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അവരൊരു ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം റേറ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? യെസ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? യെസ്. നമ്മൾ തെർമോഡൈനാമിക് കണ്ടീഷൻസിൽ പറയുന്ന സമയത്ത് ഇവിടെ അവർ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ. യെസ്. സിസ്റ്റം സറൗണ്ടിങ് എന്തിലാണ്, ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇനി അതൊരു കെമിക്കൽ റിയാക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ബോത്ത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എന്തുണ്ട്, സൈമൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുന്നുണ്ട് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി അറ്റ് ഇക്വിലിബ്രിയം എന്താണ് നമുക്ക് അറിയേണ്ടത്, അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉള്ള ഇക്വേഷൻ ആണ് 0 ഈക്വൽ ടു ഡെൽറ്റ ആർ ജി പ്ലസ് ആർ ടി എൽ എൻ കെ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ആർ ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയാക്ഷന്റെ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് മൈനസ് ആർ ടി എൽ എൻ കെ നമുക്ക് എഴുതാം. നമുക്കറിയാം നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് 10 ലോഗരിതത്തിലേക്ക് മാറ്റാൻ മൈനസ് 2.303 ആർ ടി ലോഗ് കെ എന്ന് നമുക്ക് എഴുതിയാൽ മതി. കറക്റ്റ് അല്ലേ? വി ഓൾസോ നോ ദാറ്റ് എന്ത് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് വാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, മൈനസ് ആർ ടി എൽ എൻ കെ അല്ലെങ്കിൽ മൈനസ് 2.303 ആർ ടി ലോഗ് കെ എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി ഫോർ എ സ്ട്രോങ്ലി എൻഡോതെർമിക് റിയാക്ഷൻ, അതായത് ഡെൽറ്റ എച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ദ ഡെൽറ്റ എച്ച് മേ ബി ലാർജ് ആൻഡ് പോസിറ്റീവ്. കറക്റ്റ് അല്ലേ? ഇൻ സച്ച് കേസ് ദ വാല്യൂ ഓഫ് കെ മസ്റ്റ് ബി സ്മോളർ ദാൻ 1 ആൻഡ് ദ റിയാക്ഷൻ ഈസ് അൺലൈക്ലി ടു ഫോം മച്ച് പ്രോഡക്റ്റ്. അതായത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ഈ ഡെൽറ്റ ജി നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ആ റിയാക്ഷൻ കൂടുതൽ നടക്കില്ല. ദാറ്റ് മീൻസ് ഈ കെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് അവർ കൂടുതൽ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നുവെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ്. സോ ഡെൽറ്റ ആർ ജി എന്ന് പറയുന്നത് എന്താണ്, അതും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ആ സമയത്ത് നമ്മുടെ കെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ കൂടുതൽ പ്രോഡക്ട്സ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അതായത് കെ വാല്യൂ ലാർജ് ആയിരിക്കും. അതും കെ വാല്യൂ എപ്പോഴാണ് ലാർജ് ആവുക, കെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇവിടെ എന്താണ്, സി കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. If change in entropy of a reaction also taken into account, the value of K or extent of a chemical reaction will also be affected depending upon whether the delta S value is positive or negative. നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഡെൽറ്റ ജിന്റെ വാല്യൂ നോക്കുമ്പോൾ നമ്മൾ ഓൺലി ഡെൽറ്റ എച്ച് മാത്രം നോക്കിയാൽ പോരാ, ഡെൽറ്റ എസിന്റെ സൈനും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ കണ്ടത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? Yes. Okay. അപ്പോൾ this is possible to obtain an estimate of delta G from the measurement of delta H and delta S. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. And then we can calculate what K ന്റെ value. കറക്റ്റ് അല്ലേ? If we know the temperature. Clear? നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ഈസി ആയിട്ട് കിട്ടും. Clear? Okay. If K is measured directly in the laboratory, the value of delta G at any other temperature can be calculated. അതായത് K നമുക്ക് എക്സ്പെരിമെന്റലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷന്റെ ഏത് ടെമ്പറേച്ചറിൽ ഏത് കണ്ടീഷനിലുള്ള ഡെൽറ്റ ജി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. യെസ്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ ഡെൽറ്റ ആർ ജി ഫോർ ദ കൺവേർഷൻ ഓഫ് ഓക്സിജൻ ടു ഓസോൺ ആൻഡ് ഇഫ് കെ പി ഫോർ ദിസ് കൺവേർഷൻ. കെ പി തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് 2.303 ആർ ടി ലോഗ് കെ കഴിഞ്ഞു.
കറക്റ്റ് അല്ലേ? സോ -2.303, ആറിന്റെ വാല്യൂ 8.314 എടുക്കണം. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ ആണ്. ദെൻ ലോഗ് 2.47 × 10⁻29 വരും. നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 163 kJ/mol ആയിരിക്കും. ജസ്റ്റ് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. Okay, yes. Find out the value of equilibrium constant for the following reaction at 298 Kelvin. Standard Gibbs energy തന്നിട്ട് പിന്നെ equilibrium constant കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല. ലോഗ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ജി ഡിവൈഡഡ് ബൈ 2.303 RT എഴുതാൽ മതി മൈനസ്. ഓക്കെ, മൈനസ് ഇടാൻ മറക്കരുത്. സോ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വാല്യൂ കിട്ടും. അതിന്റെ ആന്റി ലോഗ് ഓഫ് ദാറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കെന്റെ വാല്യൂ കിട്ടി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നോ ഡൗട്ട്സ് റൈറ്റ്? ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ഇസ് 50% ഡിസോസിയേറ്റഡ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് അറ്റ് ദിസ് ടെമ്പറേച്ചർ അറ്റ് 1 atmosphere എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ N2O4 ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2NO2 ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് പറഞ്ഞത്. ഓക്കെ, അതായത് 50% ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ 1ഉം ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തായി? 1 - 0.5 ആയി. ഇവിടെ 2 × 0.5 ആയി. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പോ if N2O4 is both 50% dissociated, the mole fraction for the both substances given by എന്തായിരിക്കും? 1 - 0.5 divided by 1 + 0.5 എന്ന് കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും നമ്പർ ഓഫ് മോൾസ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? 1 യെസ്, ഇവിടെ നമുക്ക് കിട്ടും 1 - 0.5, അതായത് 1 - 0.5 ഇൻറ്റു എന്ത് കിട്ടും? 1 കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്, അല്ലെങ്കിൽ +1 കിട്ടും. ഇവിടെ 1 - 0.5, 2 × 0.5 എത്രയാണ്? 1. ഓക്കെ, ക്ലിയർ? N2 ഡിവൈഡഡ് ബൈ N1 + N2, 1 - 0.5 + 1 എന്ന് കിട്ടും നമുക്ക്. സോ ദാറ്റ് വിൽ ബി എന്ത്? 1 + 0.5. എക്സ് ഓഫ് NO2 എന്തായിരിക്കും? 2 × 0.5 ഡിവൈഡഡ് ബൈ 1 + 0.5 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, 1 - 0.5 + 2 × 0.5, അതായത് ഇവിടെ 2.5 ഉണ്ട്, അതിൽ നിന്ന് ഒരു 0.5 കുറച്ചെന്ന് പറഞ്ഞാൽ 1 + 0.5 ആണ് നമുക്ക് കിട്ടുക. നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. 0.5ഉം ഇവിടെ 1ഉം ആണ്. സോ 1 + 0.5 അല്ലേ നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഇതാണ് N2O4 2 × 0.5 ഡിവൈഡ് ബൈ 1 + 0.5 ആയിരിക്കും NO2 ഉണ്ടായിരിക്കുക. എന്ത്? അവരുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ P of N2O4 എന്തായിരിക്കും? P of N2O4 അക്കോർഡിംഗ് ടു നമ്മുടെ എന്താ പറയുക? ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളുടെ 12th പഠിക്കുക. നിങ്ങൾക്ക് എന്തുണ്ട്? റൗൾസ് ലോ, ഹെൻറീസ് ലോ എന്ന് പറഞ്ഞ ലോസ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്കറിയാം ഒരു കോമ്പണന്റിന്റെ പാർഷ്യൽ പ്രഷർ അറിയണമെങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു എന്താണ്? അവിടുത്തെ എക്സ്റ്റേണൽ പ്രഷർ, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക P01, അല്ലെങ്കിൽ അതിന്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള അതിന്റെ പ്രഷർ നമ്മൾ എടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് അങ്ങനെ എന്ത് കിട്ടും? N2O4 എന്ന് പറയുമ്പോൾ ഇതെന്താണ്? 0.5 / 1.5 ഇൻറ്റു ഇവിടെ പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു 1 atmospheric പ്രഷർ ആണെന്നുള്ളത്. സോ നമുക്ക് അങ്ങനെ കിട്ടും. PNO2 അഗെയിൻ അതിന്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു എന്ത്? പ്രഷർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ PNO2ഉം N2O4 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ KP കാണുന്നത് എങ്ങനെയാണ്? ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് PNO2⁻2 ഡിവൈഡഡ് ബൈ PN2O4 ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ PNO2 നമുക്ക് എത്രയാണ് കിട്ടിയത്? 1. യെസ്, നോ, PNO2 എന്ന് പറയുന്നത് 1/1.5 ആണ്. സോ ദാറ്റ് 1/1.5 the whole square, അതാണ് ഇവിടെ കാണുന്നത് 1.5 സ്ക്വയർ. ഇനി PN2O4 എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ 1.5. സോ അത് താഴെ വരുമ്പോൾ 1.5 ഡിവൈഡ് ബൈ 0.5 ആയിട്ട് മാറും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ KPന്റെ വാല്യൂ കിട്ടി. KPന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കാണാം? ഡെൽറ്റ RG ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കുക. നമ്മുടെ പ്രഷർ, പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ഇറ്റ്സ് പ്രഷർ അറ്റ് ദ പ്യുവർ സ്റ്റേറ്റ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിന്റെ NCERT നമ്മളിപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്ത് ഡൗട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തായാലും ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ? എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് അഗെയിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിലായിരിക്കും തരുന്നുണ്ടായിരിക്കുക. സോ ഇതുവരെ ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് പെട്ടെന്ന് നമ്മുടെ വേദാന്തു മലയാളം ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. And share ചെയ്യാനും ആരും മറക്കണ്ട. So this is from my end for today, and this is me Shibila signing off from Vedantu Malayalam. Bye bye.